എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടി നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണയോടെ ഇങ്ങനെ വിരാജിച്ചു വരികയായിരുന്നു. എന്നാൽ നാളത്തെ എപ്പിസോഡോടെ, അതായത് 490ാമത്തെ എപ്പിസോഡിൽ ഫ്ലവേഴ്സ് 1 കോടിയുടെ സീസൺ 1 അവസാനിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ദേശം സങ്കടമുള്ള കാര്യമാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കും പിന്നീട് 10 മണിക്കും ഒക്കെ നിങ്ങൾ സ്ഥിരമായി ഈ പ്രോഗ്രാമിന്റെ പ്രേക്ഷകരായിരുന്നു. സീസൺ 1 അവസാനിക്കുന്നു എന്ന് കരുതി ഈ പരിപാടി എന്നേക്കുമായി അവസാനിക്കുന്നു എന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായി സീസൺ 2മായി നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഒരു ഇടവേള ഉണ്ടാകും. നാളെ ആയിരിക്കും 490ാമത്തെ എപ്പിസോഡ്. ഇന്ന് 489. ഇത്ര കാലവും ഈ പരിപാടിക്കൊപ്പം സഞ്ചരിച്ച ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി ഒരു വൻ ഹിറ്റാക്കി മാറ്റാൻ പ്രയത്നിച്ച ഒരുപാട് സാങ്കേതിക വിദഗ്ധരും ആളുകളും ഒക്കെയുണ്ട്. അവരെയൊക്കെ വ്യക്തിപരമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ 489ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. ഫ്ലവേഴ്സ് 1 കോടി 489. ഇപ്പോഴാരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക്. അരിക്കൊമ്പൻ എന്ന കാട്ടാന. ഈ കാട്ടാനയുടെ പിന്നാലെയായിരുന്നു മാധ്യമങ്ങളുടെ കണ്ണു മുഴുവൻ. അരിക്കൊമ്പനെ ദൗത്യസേന മയക്ക് വെടിവെച്ച് പിടിച്ച് മറ്റൊരു കാട്ടിലേക്ക് അയക്കുന്ന ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിൽ അംഗമായ ഡോക്ടർ PS ഈസയാണ് ഇന്ന് ഇവിടുത്തെ മത്സരാർത്ഥി. ഡോക്ടർ PS ഈസയെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞാൽ, കേരളത്തിൽ ആദ്യമായി ആന ഗവേഷണത്തിന് PhD ലഭിച്ച ആള് കൂടിയാണ് ഡോക്ടർ PS ഈസ. കേരളത്തിലെ വനങ്ങളെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യവും അവഗാഹവും ഉള്ള ആളാണ് ഡോക്ടർ ഈസ. എന്ന് മാത്രമല്ല, പറമ്പിക്കുളം പോലെയുള്ള ഒരുപാട് കാടുകളിൽ അദ്ദേഹത്തിന്റെ പാദപതനങ്ങളുണ്ട്. ഡോക്ടർ ഈസയോട് സംസാരിക്കുമ്പോൾ ആന എന്താണ്, ആനയെ എങ്ങനെ നമ്മൾ അറിയണം, അരിക്കൊമ്പൻ എന്തായിരുന്നു, അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ്? തമിഴ്നാട് ബോർഡറിൽ ഇപ്പോൾ അരിക്കൊമ്പൻ നീങ്ങിയിട്ട് കേരളത്തിലേക്ക് മടങ്ങി വരും, കുറച്ച് കഴിയുമ്പോൾ ചിന്നക്കനാലിൽ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഒരുപാട് ആളുകളില്ലേ? നിങ്ങൾ വിദഗ്ധനായ ഡോക്ടർ PS ഈസ പറയുന്നത് ശ്രദ്ധിക്കുക. ഡോക്ടർ PS ഈസ, യു ആർ വെൽക്കം ടു ദിസ് മെഗാ ഷോ. പക്ഷി നിരീക്ഷണത്തിൽ തുടങ്ങി ആന ഗവേഷണത്തിലെത്തിയ പ്രകൃതി കൗതുകവും ജീവജാലങ്ങളോടുള്ള പ്രതിബദ്ധതയും നിറഞ്ഞ ജീവിതമാണ് ഡോക്ടർ PS ഈസയെ വ്യത്യസ്തനാക്കുന്നത്. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാഗമായി ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ഭാഗമായിരുന്നു ആനകളുടെ ജീവിതം ഗവേഷണ വിഷയമാക്കിയ ഡോക്ടർ ഈസ. ഭാര്യ സഹീദയും കുടുംബാംഗങ്ങളും ഡോക്ടർ ഈസയുടെ ഈ കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. വാർത്തകളുടെ തലക്കെട്ടുകളിൽ ആനകൾ തലയെടുപ്പോടെ നിൽക്കുന്ന വർത്തമാനകാലത്ത് കാടറിഞ്ഞുള്ള ഗവേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അനുഭവങ്ങളുമായി അറിവിന്റെ വേദിയിലേക്ക് ഡോക്ടർ PS ഈസ. നമസ്കാരം ഡോക്ടർ ഈസ. ഡോക്ടർ PS ഈസ, നമസ്കാരം. നമസ്കാരം. നിങ്ങളെ തിരക്കി അടക്കിയായിരുന്നു. കാര്യം അരിക്കൊമ്പന്റെ പിന്നാലെ 24 കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എവിടെങ്കിലും വെച്ചൊന്ന് പിടിക്കണം എന്ന് കരുതിയപ്പോ ഒരിക്കലും വിചാരിച്ചില്ല ഈ വേദി തന്നെ പിടിക്കപ്പെടും. മയക്കുവെടി വെക്കാതെ നിങ്ങളെ കൊണ്ടുവരാൻ പറ്റിയത് വളരെ സന്തോഷം. വളരെ എക്സ്പെർട്ടായി കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് പറ്റും എന്ന് എനിക്കറിയാം. എത്രയോ കാലമായി നിങ്ങൾ ആനയുടെ പിന്നാലെയാണ്. അതെ. ഓക്കെ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനക്കമ്പം വന്നത്? ഭാര്യ സഹിയിട്ട് കാണൂല്ലോ ഇപ്പോ? ഇത് ആനക്കമ്പം വരാനുള്ള പ്രധാന കാരണം ഒരു MSc മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോ എന്റെ പ്രൊഫസർ, ഇക്കോളജി പ്രൊഫസർ ഡോക്ടർ DN മാത്യു, ഡോക്ടർ സാലിം അലിയുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് PhD സ്റ്റുഡന്റ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പോ ഇക്കോളജി പ്രൊഫസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹം ആദ്യം തന്ന റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകമാണ്. അപ്പൊ അത് വായിച്ചിട്ട് മതി ബാക്കി എന്ന് പറഞ്ഞപ്പോ ഒരു പാഷൻ ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ഗവേഷണ വിദ്യാർത്ഥികളുടെ കൂടെയൊക്കെ ക്യാമ്പസിൽ തന്നെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ കറങ്ങി നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില വിദേശ സന്ദർശകർ വരുമായിരുന്നു. ഈ പക്ഷികളുടെയൊക്കെ ശബ്ദം ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന, സൗണ്ട് റെക്കോർഡിങ്, അതിനെപ്പറ്റി പഠിക്കുന്നവര്. അപ്പൊ അവരുടെ കൂടെ എന്നെ ചിലപ്പോ തേക്കടിക്കൊക്കെ വിടും. അപ്പൊ അവിടെയൊക്കെ പോയി കണ്ടു. സലിം അലി 2ാം വർഷം സലിം അലിയും പരിവാരങ്ങളും എന്ന് വെച്ചാൽ സലീം അലി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ, PhD സ്റ്റുഡൻസ് മുഴുവൻ, SA ഹുസൈൻ, റോബർട്ട് ഗ്രബ്, അതേപോലെ റസാഖ് ഖാൻ, ഡോക്ടർ സുഗതൻ, ഡോക്ടർ വിജയൻ, എല്ലാവരും കൂടി അവിടെ വന്നു. അപ്പൊ സലീം അലിയെ കണ്ട് പരിചയപ്പെട്ടു. അതോടൊപ്പം മറ്റവരുടെ ഈ PhD സ്റ്റുഡൻസുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു.
ആ സൗഹൃദത്തിലൂടെയാണ് വാസൽ പിന്നീടുള്ള മുന്നോക്കം മുഴുവൻ അതായിരുന്നു. കാരണം MSc കഴിഞ്ഞ ഉടനെ തന്നെ കാലിക്കറ്റ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ ഡോക്ടർ MG രാമദാസ് മേനോൻ എന്ന് പറഞ്ഞ ഒരു വളരെ വലിയൊരു നോളജ് ബാങ്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം ഇപ്പോഴും വന്യമായിട്ടുള്ള നാട്ടിലിറങ്ങണ്ട. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഒരു ഹരം അത് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഒക്കെ പോകാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഡോക്ടർ സുഗതന് കത്തെഴുതി. അപ്പൊ ഡോക്ടർ സുഗതൻ ഒരു സുപ്രഭാതത്തിൽ ജീപ്പുമായിട്ട് വന്നിട്ട് പറഞ്ഞു, വരൂ നമ്മൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുന്നു, അവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുത്തുന്നു, ഡോക്ടർ വിജയനുമായിട്ട് ഒരു സൗഹൃദം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു. അവിടുത്തെ ഡയറക്ടറെ കാണുന്നു. ഡയറക്ടർ പറഞ്ഞു, പണമൊന്നും തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താ ആവശ്യം? ഞാൻ പറഞ്ഞു, ഞാൻ കാട്ടിൽ പൊക്കണം, അത് മതി എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കാട്ടിൽ പൊക്കോളൂ. പക്ഷെ അദ്ദേഹം എനിക്ക് 450 രൂപ ഫെലോഷിപ്പ് തന്നു. അക്കാലത്ത് വലിയൊരു എമൗണ്ടാണ്, 77-ലാണിത്. അപ്പോ അതൊരു വലിയൊരു അവസരമായിരുന്നു. തേക്കടിയിലേക്ക് അങ്ങ് പോയി. ആദ്യത്തെ ദിവസം തന്നെ വലിയ പ്രശ്നമുണ്ടായി തേക്കടിയിൽ. കാരണം എന്നോട് പറഞ്ഞിരുന്നു, കരിങ്കുരങ്ങിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ റേഞ്ച് ഓഫീസിന്റെ തൊട്ടടുത്താ. ഫസ്റ്റ് ഡേ അങ്ങോട്ട് ഇറങ്ങുന്നു, ഞാനിങ്ങനെ കുരങ്ങിനെ മുകളിലേക്ക് നോക്കി പോകുന്നു. പെട്ടെന്നൊരു മണം, വളരെ മോശം മണം കിട്ടുന്നു. അപ്പൊ എൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റ്, ഒരു മന്നാൻ ഉണ്ട്, ഒരു ആദിവാസി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തൊരു മണം വരുന്നല്ലോ. സാറേ, മുമ്പിൽ ഒരാൾ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വിഷം കഴിച്ച് കിടക്കുക. അപ്പൊ മനുഷ്യൻ ഒരാൾ ചത്ത് കിടക്കുക ഫസ്റ്റ് ഡേ. അത് വലിയൊരു സംഭവമായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പണിയൂ, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് റേഞ്ച് ഓഫീസിലൊന്ന് അറിയിച്ചിട്ട് പറ്റേ, 250 മീറ്റർ അപ്പുറത്താ. അപ്പൊ പറഞ്ഞു, അത് വേണ്ട, സാർ ഇവിടെ നിന്നോ, ശവത്തിന് കാവലായിട്ട് സാറ് നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിൽക്കുകയും ഇയാള് പോവുകയും ചെയ്തു. ഇത് ഫസ്റ്റ് ഡേയാ. അന്ന് ആദ്യം കാണുന്നത്. അതെ, ചക്കാലയാണ് ആദ്യം കാണുന്നത്. അത് പക്ഷെ നല്ലൊരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ തേക്കടിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും അതിനിടയ്ക്ക് ബേർഡ്സിന്റെ ഇത് റെക്കോർഡ് ചെയ്യാമെന്നവരില്ല താങ്കൾക്ക് എന്തോ ഒരു അനുഭവം ഉള്ളൂ? അല്ല, ബേർഡ്സിന്റെ അത് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർ ജോസഫ് ഉണ്ടായിരുന്നു, KJ ജോസഫ് സാറ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ചിലത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്നിട്ട് റെക്കോർഡ് ചെയ്ത ശബ്ദമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഈ ബാബ്ലേഴ്സ് ഉണ്ട്, അതായത് 7 സിസ്റ്റേഴ്സ് കരിയിലക്കിളി എന്ന് പറയും. അപ്പൊ അതിന്റെ റെക്കോർഡഡ് വോയിസ് കൊണ്ടുവന്ന് ക്ലാസ്സിൽ വെച്ച് കേൾപ്പിക്കും. അപ്പൊ ചുറ്റിനുള്ള കരിയിലക്കിളികൾ മുഴുവൻ അകത്തേക്ക് വരും. ഇതൊക്കെ ഒരു കിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓഡിയോ കേട്ട് അത് ഓഡിയോ കേട്ട് റെസ്പോണ്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. അതേപോലെ തന്നെയാണ് ഇപ്പോ നമ്മള് ഇക്കോളജി പ്രൊഫസറുടെ ഒരു പ്രത്യേക ശീലം എന്താ വെച്ച് കഴിഞ്ഞാല്, പോണ്ട് ആസ് എൻ ഇക്കോസിസ്റ്റം, അതായത് കുളം ഒരു ആവാസ വ്യവസ്ഥ, അത് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലിരുന്നല്ല പഠിപ്പിക്കുക, നേരെ കുളത്തിന്റെ അരികിലാണ് കൊണ്ടുപോവുക. യൂണിവേഴ്സിറ്റിയുടെ അപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു. അതുപോലെ കടലും തീരവും തമ്മിലുള്ള ആ പ്രദേശത്ത് കാണുന്ന ഒരു ഇന്റർടൈഡൽ ഫോണാന്ന് പറയും നമ്മൾ, ആ ഒരു പ്രദേശം. അവിടെ ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് പഠിക്കാനായിട്ട് അദ്ദേഹം ക്ലാസ്സിലിരുന്നല്ല പഠിപ്പിക്കുക, നേരെ കടൽ തീരത്ത് എലത്തൂര് പോയി കടൽ തീരത്ത് കൂടിയാണ് കൊണ്ടുപോവുക. എനിക്ക് ചോദിക്കട്ടെ, നിങ്ങൾ കരിങ്കുരങ്ങനെ കാണാൻ പോയി, നിരീക്ഷിക്കാൻ പോയിട്ട് കരിങ്കുരങ്ങനെ കണ്ടോ? കരിങ്കുരങ്ങൻ കണ്ടിരുന്നു. കരിങ്കുരങ്ങനെ ദിവസവും കാണുമായിരുന്നു. കാരണം ആ പെരിയാർ ഹൗസിന്റെ ഇപ്പുറത്തായിട്ടൊക്കെ ധാരാളം കരിങ്കുരങ്ങ ഒക്കെ ഉള്ള സ്ഥലമാണ്. കേരളത്തിൽ ഏതൊക്കെ കാടുകൾ കണ്ടിട്ടുണ്ട്? പറമ്പിക്കുളം, എല്ലാ അവിടെ കണ്ടിട്ടുണ്ട്. കേരളം അത് എനിക്ക് ഒരു അനുഗ്രഹവുമാണ്. നാട്ടിൽ എത്ര ദിവസം കാണും? മിക്കവാറും കാട്ടിലാണ്. അന്നൊക്കെ കാട്ടിൽ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാല് ഒരു 77 മുതൽ 84 വരെ, ഈവൻ കല്യാണം കഴിഞ്ഞിട്ടും ഭാര്യയുമായിട്ട് നേരെ പറമ്പിക്കുളത്തേക്ക്. ഇന്നിപ്പോ എന്റെ കൂടെ വന്നിട്ടുള്ളത് ഭാര്യയുണ്ട്. താങ്കൾ എന്താ പേര്? എന്റെ പേര് സഹീദ. താങ്കൾ എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. നേരത്തെ ജോലി ചെയ്തിരുന്നോ? ഇല്ല, ജോലിക്ക് പോകണ്ടെന്ന് കുട്ടികളുടെ കാര്യം. ഇതേ കാട്ടിനകത്തായിരിക്കും. 2 മക്കള് അല്ലേ? അവരെ എവിടെയായി? മൂത്താള് ആദിത്യ ബിർലയില് കോപ്പറിൽ വർക്ക് ചെയ്യും. അവരുടെ പേരുകൾ? അഫ്താബ് പി ഈസ. പിന്നെ മറ്റേ മെഹ്താബ് പി ഈസ. വലിയ പാടായിരിക്കും ഇതൊക്കെ വിളിച്ചു ഒന്ന് ശരിയാകാൻ വേണ്ടി. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞാണോ അറിഞ്ഞത് ഇതിന്റെ ആനപ്രണയം? അതെ. ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു? എനിക്ക് വേറെ പണിയൊക്കെ. ഞാൻ നിലമ്പൂരുകാരിയാണ്. അപ്പൊ എനിക്ക് കാടുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലേ? നിലമ്പൂർ ആയിട്ട് കുഴപ്പമില്ലല്ലേ? അപ്പൊ മാത്രല്ല, ഈ കാട്ടിൽ കയറിയ ഒരു ഒറ്റ പോക്കല്ലേ, കുറെ ദിവസം കഴിഞ്ഞല്ലേ വരൂ? കുറെ നാള് അങ്ങനെ. മാത്രല്ല കത്ത് ബന്ധമൊന്നും ഇല്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണത്തില്ല. നീ മൊബൈലും ഒന്നും ഇല്ല, കാട്ടിനകത്ത് മൊബൈല്. ഓക്കെ. ട്രെയിനിങ്ങിനൊക്കെ നേപ്പാളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാ ലെറ്റർ ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണല്ലേ? താങ്കൾ? ഞാൻ ഈസയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. എന്താ പേര്? സെബു. ഓക്കെ. ജോലി ഇവിടെ അറിയില്ല, ജനറൽ നോളജ് വേണ്ടി വരും ഇവിടെ. എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. ഓക്കെ. അതെ. ഹസ്ബൻഡ് എന്താ ജോലി? ഹസ്ബൻഡ് ഓർത്തോഡന്റിസ്റ്റ് ആണ്. അപ്പൊ പിന്നെ കാട്ടിനകത്ത് പോകുന്ന പ്രശ്നമില്ല അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും
അനുഗ്രഹാശീസുകളും ജനറൽ നോളജും വേണ്ടി വരും. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. രണ്ടുപേരും ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുമെന്ന് പറഞ്ഞു. സ്ഥിരമായി വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾക്കൊരു വിഷമാവും. നാളെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ഒരു എപ്പിസോഡ് കൂടെ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യൂ. അപ്പൊ അത് കഴിഞ്ഞ് വരും, തിരിച്ചു വരും. എനിക്ക് തോന്നുന്നത് ഇവര് പഴയ യൂട്യൂബിലുള്ളത് എപ്പോഴും കണ്ടോണ്ടിരിക്കുക. കാരണം അത് ശീലമായി പോയി. അതെ, അത് കറക്റ്റാ. അപ്പൊ ഞാൻ ഇപ്പം യഥാർത്ഥത്തിൽ ഡോക്ടർ ഈസ വന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ അരിക്കൊമ്പന്റെ കാര്യമായിരിക്കും ആലോചിക്കുന്നത്. മാത്രമല്ല അരിക്കൊമ്പനെ കുറിച്ച് ഒരുപാട് കഥകൾ ഇങ്ങനെ പ്രചരിക്കുക നാട്ടിൽ. കാര്യം ഈ ചക്കക്കൊമ്പനും അരിക്കൊമ്പനുമായിട്ട് വലിയ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അരിക്കൊമ്പന് തീർച്ചയായിട്ടും ചിന്നക്കനാലിലേക്ക് മടങ്ങി വരും. ഈ യഥാർത്ഥത്തിൽ ഡോക്ടർ ഈസ ഈ വിദഗ്ധ സമിതിയിൽ അംഗമാകുന്ന ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ അരിക്കൊമ്പനെ അതിനു മുമ്പ് ഈസയ്ക്ക് അറിയായിരുന്നു? ഞാൻ ഈ ചിന്നക്കനാൽ ഭാഗത്ത് ധാരാളമായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അത് വെറുതെ പോയി അത് മാത്രമല്ല, അവിടെ വനം വകുപ്പും UNDP ഒരു പ്രോജക്റ്റ് ഉണ്ട് അവിടെ. അവര് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നാട്ടുകാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 300ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവരാദ്യം ഒച്ചക്കെടുത്തു, ഇത് വരുന്നത് ശരിയല്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് അത് ചിലരെ സംഘടിപ്പിച്ചിട്ട് വിട്ടതാണ് ശബ്ദകോലാഹലം. അതെ, ഉണ്ടാക്കാനായിട്ട് അയച്ചതാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. അതേപോലെ തന്നെ ഇവിടുത്തെ DFO ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് യാതൊരു പുണ്യത്തിനും വന്നതല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അടങ്ങുക, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ നേരം അവരുമായിട്ട് സംസാരിച്ചു. വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ. അവർക്കിതൊക്കെ മനസ്സിലായി. പക്ഷേ പരിഹാരത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്ന് പക്ഷെ അരിക്കൊമ്പനെ പറ്റി പരാതിയില്ല. അന്ന് അരിക്കൊമ്പൻ ഇല്ല ചിത്രത്തില്. അന്ന് ആനകളെ ഉള്ളൂ. അവിടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വേറെ ഒരു മുറിവാലൻ. ഇതേ ഈ ആനകൾക്ക് വട്ടപ്പേര് കൊടുക്കുക അതൊരു സുഖമില്ലാത്ത കാര്യം. രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മളിപ്പോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്തെ ഗുണ്ടുകൾക്കൊക്കെ വട്ടപ്പേര് കൊടുക്കും. പക്ഷെ ആ വട്ടപ്പേര് കൊടുക്കുന്നതിനൊക്കെ ഒരു അതുപോലും എന്താ, അവര് രാവിലെ ഒരു കൊട്ടേഷൻ എടുത്ത് പുറത്തേക്ക് പോകുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കൊട്ടേഷൻ വാങ്ങി ഇന്ന് രാവിലെ ഇയാളെ തട്ടിയേക്കാം എന്ന് പറഞ്ഞു പോകുന്നത്. അഭിപ്രായത്തിൽ ഒരു ആനയെ അവരല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ PT7 പേരിട്ടു, അപ്പൊ അല്ലെങ്കിൽ ചക്കക്കൊമ്പൻ വിട്ടു. ആനയെ തിരിച്ചറിയാൻ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മാർഗങ്ങള് കൊമ്പിന്റെ ആകൃതി, വാലിന്റെ അറ്റം മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ചെവിയുടെ മടക്കുകള്, പിന്നെ ഉയരം, പിന്നെ ചെറിയ രീതിയിൽ അവന്റെ സ്വഭാവം. ആ ചെറിയ രീതിയിൽ എന്ന് പറയാൻ കാര്യം, സാഹചര്യം അനുസരിച്ച് സ്വഭാവങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ടൂറിസം കൂടുതലുള്ള സ്ഥലത്ത്, മനുഷ്യരുടെ സമ്മർദ്ദം കൂടുതലുള്ള സ്ഥലത്ത്, അവിടെയൊക്കെ ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാല് ധാരാളം പേരുടെ ഇപ്പോഴത്തെ ഒരു ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനകളെ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ച് അവയെ ഒന്ന് സെൽഫി എടുക്കുക. ഒരു പക്ഷെ അത് അവസാനത്തെ സെൽഫി ആകും പലർക്കും. അങ്ങനെ സാധിക്കാം. മൂന്നാറിലൊക്കെ ആൾക്കാർ അങ്ങനെയാണ് പലപ്പോഴും പറ്റുന്നത്. ഈ അരിക്കൊമ്പനിലേക്ക് വന്നാല് അതായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന അരി നിന്ന് മാത്രം ജീവിക്കുന്ന ആനയാണോ? അല്ല, അവിടെയാണ്. കാരണം അരി തിന്നൊരു ആനയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ആന ഒരു സസ്യബുക്കാണ്. ആനയ്ക്ക് വേണ്ടത് അതെ, ആനയ്ക്ക് വേണ്ടത് പുല്ലെന്ന് പറഞ്ഞാൽ മുള ഉൾപ്പെടെ, മുളയും പുല്ലാണ്. അപ്പൊ അതുപോലെയുള്ള ഭക്ഷണം. ഇപ്പൊ ഞാൻ പറമ്പിക്കുളത്ത് പഠിക്കുമ്പോ 118 ഇനം സസ്യങ്ങളാണ് കഴിച്ചിരുന്നത്. ഞാൻ പല വേദികളിലും പറയാറുണ്ട്, ഈ ആന ആന വരട്ടി എന്നൊക്കെ പറയുന്നത്, ആനവരട്ടിയുടെ തോല് അതെ, ആനവരട്ടിയുടെ തോല് ആന സുഖമായിട്ട് തിന്നും. ആന മയക്കി വേറെ സാധനമാണ്, അത് വേറെ മദ്യോ. അതെ. അപ്പോ ഈ അരിക്കൊമ്പന് അങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോ ഞാൻ അവിടെ പലപ്പോഴും പറഞ്ഞു. അപ്പൊ എന്റെ സംശയം ഈ അരി ഒരു റേഷൻ കട ഉണ്ടാക്കി വെച്ചല്ലോ, അതായത് ഒരു ഡെമ്മി റേഷൻ കട. അത് മാത്രമല്ല, മന്ത്രി അനിൽ ഭക്ഷ്യമന്ത്രി നിയന്ത്രണത്തിലല്ലാത്ത ഒരു റേഷൻ കട അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മണ്ടത്തരമാണോ? അപ്പോ അതെ, നമ്മള് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് വേണം ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്താൻ. ആന സ്ഥിരം വരുന്ന സ്ഥലത്ത് ഇപ്പൊ ഉപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ വരും. അത് പണ്ട് നമ്മള് ഈ VIP ടൂറിസ്റ്റുകൾ വരുമ്പോ നമ്മൾ സാങ്ച്വറീസിലൊക്കെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ ഉപ്പിടുമായിരുന്നു. അപ്പൊ അവര് പോകുമ്പോഴേക്കും വലിയ സന്തോഷമായി. കാരണം ധാരാളം മൃഗങ്ങൾ, ആന, കാട്ടുപോത്ത് എല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പോ അത് ഉപ്പുമായിട്ട് കയറിയാൽ മതി, അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ സ്വഭാവം മാറി. പക്ഷെ അപ്പോഴും വന്യജീവികൾക്ക് ഉപ്പിനോട് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം തീർച്ചയായിട്ടും പ്രശ്നമാകാം. അത് നമ്മള് ഇതേപോലെ ഓരോ സ്ഥലത്തും ഇതൊക്കെ
ഈ റേഷൻ കട ഉണ്ടാക്കിയതിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തിന്റെയും സാഹചര്യങ്ങളും ആ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് വേണം ഏത് എസ്റ്റാബ്ലിഷ്മെന്റും നടത്താൻ. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കുകയല്ല വേണ്ടത്. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. കാരണം വെൻ യു ആർ ഇൻ റോം ബി എ റോമൻ എന്ന് പറഞ്ഞ പോലെ ഹിമാലയത്തിൽ പോയിട്ട് മഞ്ഞുരുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം തണുപ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും നമ്മൾ മാറുക, ഇല്ലെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള രീതിയിൽ ജീവിക്കുക. അപ്പോൾ ആ സംവിധാനത്തിൽ ഇപ്പൊ റേഷൻ കട അവിടെ, ഇനി റേഷൻ കടയില് ഉപ്പ് തേടി വന്നതാണോ? ആന എങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? ഈസയുടെ അഭിപ്രായം, ഈസ ആനയിൽ ആഴത്തിൽ ഗവേഷണം നടത്തിയ ആളാണല്ലോ. ഒരു ആനയെ നമ്മളൊരു റേഷൻ കട ഡെമ്മി വെച്ചിട്ട് പറ്റിക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. കാരണം പക്ഷെ ആനയെ ആകർഷിക്കാൻ പറ്റിയ സാധനങ്ങൾ അതിന്റെ അകത്തുണ്ടെങ്കിൽ ആന വരും. അത് പക്ഷെ പറ്റിക്കാനാണെന്ന് അറിയില്ലല്ലോ. അത് മനുഷ്യ സ്വഭാവം അല്ലല്ലോ. അത് ആ ഒരു സ്വഭാവം ഇതിന് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഉള്ളത്. അപ്പൊ അത് എനിക്ക് പേരുകൾ കൊടുക്കുന്നതിനോട് ഒട്ടും ഇതില്ല. ചക്ക ഇല്ലാത്ത സീസണിൽ ആന എന്ത് ചെയ്യും? ചക്കക്കൊമ്പൻ എന്ത് ചെയ്യും? അല്ല, ഈ ഈസയുടെ അഭിപ്രായത്തിൽ ഈ ആന അരി തിന്ന് ജീവിക്കുന്ന ആനയല്ല അല്ലേ? അരിക്കൊമ്പൻ പേരിട്ട് വിളിക്കുന്ന അർത്ഥമില്ല. ഇല്ല, അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ നടക്കില്ല. ഭാഗങ്ങളിൽ ധാരാളം ഡോക്ടർ ഈസ പോയിട്ടുണ്ടോ? ഓ, ഞാനൊരു 3-4 പ്രാവശ്യം പോയിട്ട്. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 90കളിൽ ഇടയ്ക്ക് ഒന്ന് പോയപ്പോ നല്ലൊരു കൊമ്പനെ കണ്ടിരുന്നു. അവിടെ അന്ന് ചിന്നക്കനാലും ദേവികുളത്തിന്റെ മൂന്നാറിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ വഴിയിലാണ് ഞങ്ങൾ അന്ന് കൊമ്പനെ കണ്ടത്. ആനയ്ക്കൊരു ഹോം റേഞ്ച് ഉണ്ടോ? ആനയ്ക്കൊരു ഹോം റേഞ്ച് ഉണ്ട്. അത് വിട്ടു പോകില്ല എന്നുള്ള ഒരു ടെറിട്ടറി അല്ല. അതായത് ഹോം റേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഹോം റേഞ്ചിനകത്ത് മറ്റു കൂട്ടങ്ങൾക്ക് വരാം. ടെറിട്ടറി എന്ന് പറയുമ്പോൾ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യും, നമ്മുടെ രാജ്യാതിർത്തി പോലെ. പക്ഷെ ഹോം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനകള് ഇപ്പൊ പറമ്പിക്കുളത്ത് ഞാൻ 2 കൂട്ടം ആനകളെ ഓൺ ഫുട്ട്, അന്ന് ടെലിമെട്രി ഉണ്ടെങ്കിലും നമുക്ക് കാശ് താങ്ങൂലായിരുന്നു. അതുകൊണ്ട് ഓൺ ഫുട്ട് അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടന്നിരുന്നു. 2 കൊല്ലത്തോളം നടന്നു കാട്ടിനകത്തൂടെ. ആന എവിടെയൊക്കെ ആനയ്ക്ക് നമ്മുടെ സാന്നിധ്യം, ആനയ്ക്ക് മെമ്മറി കൂടുതല എന്ന് പറയുന്നത്. ആനയ്ക്ക് നമ്മുടെ സാന്നിധ്യമൊക്കെ അറിയാം. പക്ഷെ നമ്മള് കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പൊതുവേ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെവിയും മൂക്കും കണ്ണും തുറന്നു വെക്കുക, കണ്ടറിയുക, മണത്തറിയുക, കേട്ടറിയുക, വായ അടച്ചു വെക്കുക. കാരണം നമ്മൾ ആനയുടെ സാന്നിധ്യം ആദ്യം അറിയണം. അല്ല, ആനയല്ല നമ്മുടെ സാന്നിധ്യം അറിയേണ്ടത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ആ ഒരു ഭാഗത്ത് നമുക്ക് വളരെ ചില ആൾക്കാർ പറയും ഈ പ്രതികാരദാഹിയാണ് ആന. ഇപ്പൊ അരിക്കൊമ്പൻ മടങ്ങി വരും ചിന്നക്കനാലിലേക്ക്. ഇപ്പൊ ആൾക്കാർ ഭയക്കുന്നുണ്ട്. ഇപ്പൊ ബോർഡറിലൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് നീങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ റേഡിയോ കോളർ പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. മെമ്മറിയുടെ ഓർമ്മ ശക്തിയുടെ കാര്യമാണ് നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങി. ഓർമ്മശക്തി മോശമല്ലാത്ത ഓർമ്മശക്തി ഉണ്ട്. മോശമല്ല എന്ന് പറഞ്ഞാല് അതിന്റെ ബ്രെയിൻ സൈസ് 4.5 to 5.5 കിലോഗ്രാം. മനുഷ്യരുടെ എത്ര? മനുഷ്യരത് 3-ാമത്തെയാണ്. അതിനേക്കാളും കൂടുതലുണ്ട്. അത് മാത്രമല്ല, ന്യൂറോൺസിന്റെ എണ്ണം അതും ഇത് നമ്മുടെ 3 ഇരട്ടിയാണ് മനുഷ്യരുടേതിനേക്കാളും കൂടുതലുള്ളത്. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് ആനയ്ക്കുണ്ട്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഇതാണ്. പ്രതികാരം എന്നുള്ളത് ഞാനിപ്പോ കൊട്ടാരത്തിൽ സംഘടനയുടെ ഐതിഹ്യമാലയിലേക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് പറയുക, ഞാൻ കല്ലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു, ഒരാൾ എറിഞ്ഞപ്പോ ആ കല്ലും കൊണ്ട് ഇത് നടന്നുവെന്നും ആൾക്കൂട്ടത്തിനിടയിൽ ആളെ കണ്ടപ്പോൾ അതിന്റെ അയാളുടെ നേരെ ഈ കല്ലെറിഞ്ഞു എന്നൊക്കെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ സെലിബ്രിറ്റികളെ പറ്റിയും അല്ലാത്തവരെ പറ്റിയും നേരെ എതിർഭാഗത്തുള്ള ഗുണ്ടകളെ പറ്റിയൊക്കെ നമ്മൾ ചില കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കും. കുറെ ആളുകളുണ്ടല്ലോ ഇപ്പൊ ഈ ആനകളുടെയൊക്കെ ഫാൻസ് എന്നൊക്കെ പറയണ പോലെ. ഇപ്പൊ അങ്ങനെയാണ് നാട്ടിലെ ആനകളെ പറ്റി ധാരാളം കഥകൾ ഉണ്ടാക്കാറുണ്ട്. അത് ഫാൻസിന്റെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതായത് കൂടുതലും ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും തമ്മിൽ വലിയ സൗഹൃദമാണ്. ഈ അരിക്കൊമ്പനെ വണ്ടി കയറ്റിക്കൊണ്ട് പോയത് ചക്കക്കൊമ്പൻ വളരെ വിഷണ്ണനായി ആനയും കൂട്ടി പ്രതികാരദാഹിയായിട്ട് വന്നു. അതുപോലെ അരിക്കൊമ്പന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അരിക്കൊമ്പൻ പിന്നെയും വന്ന് ദുഃഖഭരിതനായി നിൽക്കുന്നു. നമ്മൾ സാധാരണ കള്ളക്കഥകളാണ്. ഈ ഇംഗ്ലീഷിൽ പറയുന്ന ആന്ത്രോപോമോർഫിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയില്ലേ, അതായത് മനുഷ്യരുടെ ഒരു വ്യാഖ്യാനമാണ്. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരിലും കൂടി ഉണ്ടാകും, മൃഗങ്ങളിലും ഉണ്ടാകും എന്നുള്ള ആ ഒരു ധാരണയാണ്. പക്ഷെ ആനയ്ക്ക് അങ്ങനെ വേദന ഉണ്ടാവും. അല്ല, ആനയുടെ സ്വന്തം അമ്മ മരിച്ചു എന്നാ പറയുന്നത്. ഇതില് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആന അറിയാമല്ലോ, ഒരു കൂട്ടത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ഫീമെയിലാണ്, പെണ്ണാനയാണ്. ഏറ്റവും മൂത്ത പ്രായം ചെന്ന പെണ്ണാനയാണ്. അതെ, അവരുടെ തലയിലാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും, എവിടെ ഭക്ഷണം കിട്ടും, എവിടെ വെള്ളം കിട്ടും,
ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിനനുസരിച്ചുള്ള പെരുമാറ്റവും ഒക്കെ തീരുമാനിക്കുന്നത് ഈ പെണ്ണാനയാണ്. അപ്പൊ ഈ അരിക്കൊമ്പൻ പറമ്പിക്കുളത്ത് പോയാൽ പെട്ടുപോകത്തില്ലേ? അരിക്കൊമ്പൻ അത് സമയമെടുക്കും. നമ്മൾ സാധാരണ ഇതിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെ തന്നെയാ. ആദ്യം ഒന്ന് കറങ്ങി നടക്കും, ആകെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അറിയാതെ. അപ്പൊ സ്ഥലം പരിചയപ്പെടുന്നവരെ ഒന്ന് കറങ്ങും, അതിനുശേഷം മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആനയെ റേഡിയോ കോളർ ഫിറ്റ് ചെയ്ത് തമിഴ്നാടിന്റെ ബോർഡറിൽ ആനമലൈ ടൈഗർ റിസർവിൽ വിട്ടിട്ടുണ്ട്. അത് നമ്മുടെ പറമ്പിക്കുളത്തായിരുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് പറമ്പിക്കുളത്തുണ്ടായിരുന്നു. ആർക്കും പരാതിയില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഈ നമ്മുടെ കൂടംകുളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഐസ. അതെ, അത് കൂടംകുളം ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല, നമ്മൾ സമരം ചെയ്ത് തമിഴ്നാട്ടിലായി കൊടുത്തു. അവിടുന്ന് ഇപ്പൊ വൈദ്യുതി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. ഇത് അല്ല, താങ്കൾ പറഞ്ഞു ഈ അരിക്കൊമ്പനെ പറമ്പിക്കുളത്ത് വിടണമെന്നായിരുന്നു താങ്കളുടെ. ഞങ്ങളുടെ പ്രധാനമായിട്ടും ഞാൻ മുതുരച്ചുകൊണ്ട് പറമ്പിക്കുളം. അത് 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെടുക്കുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, വിസ്തൃതമായിട്ടുള്ള വനപ്രദേശം ആവശ്യമാണ്. 2, ഈ ആനകളുടെ സാന്ദ്രത, അതായത് എണ്ണം കുറവ്, താരതമ്യേന കുറവുള്ള ഒരു പ്രദേശമാണെങ്കിൽ ഇവനും കൂടി അവിടെ ഒരു സ്പേസ് ഉണ്ടാവും, വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അവന് പോകാൻ പറ്റും. 3, ഇവനെ കൊണ്ടുപോകാൻ പറ്റണം. കാരണം നമ്മള് വണ്ടിയിലാണ്, ട്രക്കിലാ പോകുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇറക്കാൻ പറ്റണം. നമ്മളപ്പോ ആദ്യം പെരിയാർ നോക്കുമ്പോൾ അങ്ങോട്ടുള്ള റോഡിന് വീതിയില്ല. ഈ മുല്ലക്കുടിയുടെ അടുത്തുള്ള സീനിയർ റോഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡിന് വീതിയില്ല, നമുക്കറിയാമായിരുന്നു അത്. അപ്പൊ അല്ലെങ്കിൽ നമ്മള് കരടിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മംഗലാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരേണ്ടി വരും. അത് വലിയ അപകടമാണ്, കാരണം വളരെ അടുത്താ. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോവുകയും വേണം. അപ്പൊ അതുകൊണ്ടാണ് വാസ്തവത്തിൽ പറമ്പിക്കുളം എടുക്കാനുള്ള കാരണം. പക്ഷെ അതിനുശേഷം ഹൈക്കോടതി ഇടപെടുകയും അതല്ല, ഇവർക്ക് വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് വനം വകുപ്പ് തന്നു. പക്ഷെ അതിനുള്ളിൽ വനം വകുപ്പ് ഈ റോഡ് വീതി കൂട്ടി അവര് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ടുകൂടി അത് പിന്നെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മാറി. അതുകൊണ്ട് ഈ ഡോക്ടർ ഈസ, എൻ്റെ ഒരു സംശയം, അതായത് ഇപ്പം നമ്മൾ ഈ കാട്ടാന ശല്യമുണ്ട്. ഇപ്പം ആന മാത്രമല്ല, മറ്റ് കാട്ടുമൃഗങ്ങൾ കൂടി നാട്ടിലിറങ്ങുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാടൊക്കെ നമ്മൾ ഒരുവിധം അരിഞ്ഞു വീഴ്ത്തിയല്ലോ. അപ്പോൾ ഈ നാട്ടിലേക്ക് ചിലപ്പോൾ എണ്ണം കൂടിയതാവാം, മൃഗങ്ങളുടെ എണ്ണം കൂടിയതാവാം. ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഈ കാട്ടാനയെ മയക്ക് വെടി വെച്ച് മറ്റൊരു കാട്ടിലേക്ക് കൊണ്ടുവിടുന്നു എന്ന് പറയുന്ന ഒരു രീതി, അത് കേരളത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും? കാരണം ഇത് ആളിൽ പറയുന്നത് നിസ്സാരമായ പരിപാടിയല്ലല്ലോ. അത് ആദ്യമായിട്ടാണ് മലയാളിക്ക് മനസ്സിലായത് ഈ കാട്ടാനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകാത്ത എളുപ്പമല്ല. ഈ മയക്കുവെടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിറിഞ്ച്, ദൂരെ നിന്നും സിറിഞ്ച് കുത്തിവെക്കുന്നതാണ് ഈ മയക്കുവെടി എന്ന് നമ്മൾ മലയാളത്തിലാക്കിയത്. വാസ്തവത്തിൽ ഡിസ്റ്റൻസ് എന്നുള്ളൊരു ഇഞ്ചക്ഷനാണ്, ഡിസ്റ്റിൻജക്റ്റാ. അപ്പൊ അത് അവിടെ ചെന്ന് തറക്കുന്നു. അപ്പൊ അതോടൊപ്പം മരുന്നകത്തേക്ക് കയറുന്നു. അതാണ് സംഭവിക്കുന്നത്. അത് കാരണം ആനയുടെ ഇവിടെ പോയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷെ അതെ, ഈ ആനയെ ഇങ്ങനെ കൊണ്ടുപോയി വിടുന്നതിനോട് അത് അത്ര നല്ല പരിപാടിയല്ല. ശരിക്കും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതേ ആവാസ വ്യവസ്ഥയിൽ ഇവന്റെ സ്ഥലത്ത് തന്നെ നമ്മൾ റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്ത് വിടുകയും അതിനെ മോണിറ്റർ ചെയ്ത് ഈ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ദാറ്റ് മീൻസ് പ്രതിരോധ നടപടികളും കൂടി ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. ഈ ജനങ്ങളെ ഓൾറെഡി അത് അതിനകം തന്നെ അവര് രംഗത്തിറങ്ങുകയും അവരെ ധാരാളം ഇപ്പൊ മീഡിയ പോലും അതിനുവേണ്ടി ധാരാളമായിട്ട് ബുദ്ധിമുട്ടി. അല്ല, യഥാർത്ഥത്തില് ഈ മയക്കുവെടി ഒക്കെ ഉള്ള ദൗത്യസേന പോലെ 24 ദൗത്യസേന ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ചാനലും ഉണ്ടായിരുന്നു. 6 പേരടങ്ങുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ദൗത്യസേന. അപ്പോ നമുക്ക് ഈ ഞാൻ എപ്പോഴും ഈ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം ജനങ്ങളുടെ സഹകരണമില്ലാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവരുടെ ഒരു ത്യാഗമുണ്ട്. ഇപ്പൊ വയനാടായാലും പെരിയാറായാലും എവിടെയായാലും അവിടെ ഇതൊക്കെ സംരക്ഷിക്കുന്നത് സർക്കാർ ചെലവിൽ കുറെ ഫോറസ്റ്റ് ഗാർഡ്സിനെയോ സ്റ്റാഫിനെയോ വെച്ചുകൊണ്ട് മാത്രമല്ല, അവർക്ക് കുറച്ച് പരിമിതികൾ വരുന്നുണ്ട്. അതോടുകൂടി അവർക്ക് ഇപ്പൊ വയനാടുള്ള ആളുകൾക്കാണെങ്കിൽ കാട്ടിലേക്ക് ആ പ്രദേശത്തേക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറ്റില്ല. അതേപോലെ രാവിലെ കുട്ടിയെ ഒന്ന് നേരത്തെ ട്യൂഷന് വിടാൻ പറ്റില്ല. അപ്പോൾ പോണെങ്കിലൊക്കെ ആൾക്കാർ വേണം, കൂടെ ഒക്കെ ഇത് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ പരിമിതികളുണ്ട്. ഇതാണ് അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ സംഭാവന കൺസർവേഷനുള്ള. പക്ഷേ ആ സംഭാവന നൽകുമ്പോൾ തന്നെ പലർക്കും ഈ പിന്നീട് ഇപ്പോ ചിന്നക്കനാലിൽ തന്നെ അവര് പറയാറുണ്ട്, ഇപ്പൊ പറഞ്ഞല്ലോ, അയ്യോ എന്റെ മോനെയാണ് കൊണ്ടുപോയത്,
എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴോ? അതെ, ഇപ്പൊ പറഞ്ഞ ഞാൻ കേട്ടിരുന്നു, ഞാൻ വീഡിയോ കണ്ടിരുന്നു. അതേപോലെ വയനാട് നിന്നും പുറത്തേക്ക് ആളുകൾ മാറാൻ വില്ലിങ്ങായി വന്ന് കുറച്ചുപേരെയൊക്കെ മാറ്റി. അതിലൊരാളെ ഞാൻ പലരെയും പോയി കണ്ടു. ഇവരുടെ സ്ഥിതി ഇപ്പോഴത്തെ എന്താണെന്ന് അറിയാന്നുള്ള രീതിയിൽ പോയി കണ്ടിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോ ഞാൻ ചെന്നപ്പോ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒന്ന് അവിടെ പോകാനും എനിക്ക് എൻ്റെ മാനിനെ ആനയൊക്കെ ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒന്ന് പറയണം കേട്ടോ, DFOയോട് ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. സ്നേഹത്തിൽ പറഞ്ഞാണ്. പക്ഷെ വനം വകുപ്പ് ഒരു സർക്കാർ വകുപ്പ് എന്നുള്ള രീതിയിൽ പേടിയാ. കാരണം ഇവരവിടെ പോകുന്നത് വീണ്ടും കുടിൽ കെട്ടുമോ, പ്രശ്നമാകുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പിന്നെ പെർസെപ്ഷന്റെ പ്രശ്നമുണ്ട്. ആൾക്കാർ എങ്ങനെയാണ് കണ്ടു കാണുന്നത്. ഈ ഡോക്ടർ ഈസയുടെ അഭിപ്രായത്തില്, അതായത് മയക്ക് വെടി വെച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ ഈസ? ഞാൻ അന്ന് പോയില്ല. അത് എന്റെ ആവശ്യമില്ല. കാരണം ഒരു ഡിസ്റ്റർബൻസും കൂടി അവിടെ കൂടും. ഇല്ല യഥാർത്ഥത്തിൽ ഈ ആനയെ മയക്ക് വെടി വെക്കുന്നത് അതൊരു ശാസ്ത്രീയമായ കാര്യമാണോ? പിന്നെ ഇപ്പൊ ഞാൻ അതിലൊക്കെ എന്ത് മുൻകരുതലാ അപ്പൊ എടുക്കുന്നത്? എനിക്കൊന്ന് അദ്ദേഹം ഷാർപ്പ് ഷൂട്ടർ ആണെന്ന് തെളിയിച്ചു അല്ലേ? അല്ലെ, ഇതില് വാസ്തവത്തിൽ ഒരു വെറ്ററിനറിന്റെ റോള് ആ ഒരു ആനയെ വൈൽഡാണ്. അതിനെ കണ്ട്, കാരണം അതിന്റെ വെയിറ്റ് അറിയില്ല. അപ്പൊ അതിനെ കണ്ട് അതിന്റെ വെയിറ്റ്, അതിന്റെ തൂക്കം എത്ര വരാം, അവന്റെ ആരോഗ്യസ്ഥിതി എന്താണ്, അതിനനുസരിച്ച് ഡോസ് ഫിക്സ് ചെയ്യുന്നതിലാണ് ആദ്യത്തെ. അവിടെയാണ് വെറ്ററിനറി. അരുണ് കുറെ ധാരാളമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇതില്, വൈൽഡ് എലിഫന്റ്സില്. അപ്പൊ അതാണ് വെറ്ററിനറിയൻ്റെത്. ബാക്കി ഇപ്പോ നമ്മുടെ മിനിസ്റ്റർ, ഞാൻ ഡോക്ടർ ജേക്കബ് ചീരനായിരുന്നു ആദ്യമായിട്ട് ഈ പറഞ്ഞ മയക്കുവെടിയൊക്കെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, കേരള വെറ്ററിനറി കോളേജിൽ ഉണ്ടായിരുന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചിറ്റൂര് ഒരു പുലി കയറിയപ്പോ ഇങ്ങനെ പോയിട്ട് എങ്ങനെ നോക്കിയിട്ട് അതിനെ മയക്കുവെടി വെക്കാൻ പറ്റുന്നില്ല. അപ്പോ കൃഷ്ണൻകുട്ടി, നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി, പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനതാ, ഞാൻ നല്ല ഷാർപ്പ് ഷൂട്ടറാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ഷാർപ്പ് ഷൂട്ടർ പലയിടത്തും നമ്മള് നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഗാർഡിന് കൊടുക്കും. ചിലപ്പോ അത് അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം പക്ഷേ ഡോസേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മസിലുള്ള സ്ഥലത്താണ് ഇത് വെക്കുക. അല്ലാതെ നേരെ പോയി കണ്ണിൽ തറക്കുകയോ വയറ്റിലേക്ക് പോകത്തക്ക രീതിയിലോ ഒന്നും ചെയ്യരുത് എന്ന് നമ്മൾ പറയും. ഇപ്പം ഞാൻ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാഷിങ്ടണിൽ ട്രെയിനിങ് കഴിഞ്ഞതാണ്. പക്ഷെ ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചു തരും, ഇത് ഉപയോഗിക്കാനുള്ള ഇത് തരും. അതുപോലെ നേപ്പാളിൽ ചിറ്റുവാൻ നാഷണൽ പാർക്കിൽ പോയി റൈനോയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളൊക്കെ അതെ സഹായിയായിട്ടും അല്ലാതെയും നിർത്തിയിട്ട് നമ്മളോട് പറയും, യു ഡു ഇറ്റ് എന്ന് പറയും. ഡോക്ടർ ഈസ, താങ്കൾ ഈ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്ത വിദഗ്ധ സമിതിയിൽ അംഗമായിരുന്നു. താങ്കൾ ഈ കാടിനെ കുറിച്ചുള്ള താങ്കളുടെ ബോധമൊക്കെ തന്നെ ഇവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഈ കാട്ടാനെ, ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആൾ വിളിച്ച ഈ കാട്ടാനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അപ്പൊ ഡോക്ടർ ഈസ എന്താ ആലോചിച്ചു? ഒരു ആന ഗവേഷണം. ഐ ഫീൽഡ് ബാഡ്. പക്ഷെ എന്താ, വേറെ മാർഗമില്ലല്ലോ മോനെന്നാണ് നമ്മുടെ ചിന്ത മുഴുവൻ. കാരണം സൂചിച്ചില്ല, അവിടെ നിന്നാല് എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ ആരും ഒരാളായിരിക്കും ചിലപ്പോ ദുഷ്ടൻ എന്നുള്ള രീതിയിൽ വരിക. അത് നമുക്ക് അയാളെ ആരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ആ ഭാഗത്ത് 1-2 ഇലക്ട്രോക്യൂഷൻ നടന്നിട്ടുണ്ട് മുമ്പ്. അതായത് കറണ്ട് നേരിട്ട് കൊടുത്തിട്ടുള്ള ഇത് സംഭവിച്ചിട്ടുണ്ട് അവിടെ. അപ്പോ അങ്ങനെയുള്ള വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് കുറച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില നടപടികൾ എടുക്കണം. ഇപ്പൊ വനം വകുപ്പിന് ഇത്രയും സ്റ്റാഫിനെ ഒന്നും അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അത് പ്രായോഗികമല്ല. ഈ റേഡിയോ കോളർ ഈ ട്രാൻസ്മിറ്റർ ഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ഈസയ്ക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ. ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ റേഡിയോ കോളർ ഇപ്പൊ ഈ അരിക്കൊമ്പലിൽ ഇപ്പൊ ഘടിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് സിഗ്നൽ വരികയാണല്ലോ, ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് കാട്ടിൽ പ്രായോഗികമാണോ ശരിക്കും? ഇത് ഇടതൂർന്ന വനങ്ങളിലാണ് ഈ അരിക്കൊമ്പൻ. ഞാൻ എന്റെ ട്രെയിനിങ് പീരീഡിൽ 3 മാസം ഞാൻ മോണിറ്റർ ചെയ്തത് വൈറ്റ് ടൈൽഡ് ഡിയർ എന്ന് പറയുന്ന ഒരു മാനിനെയാണ് അമേരിക്കയില്. ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ അത് റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്ത് വിട്ടതാ. അപ്പൊ അതിനെ VHF ആന്റനയാണ്. അപ്പൊ ഡയറക്ഷണൽ ആന്റന വെച്ചിട്ടാണ് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ പറമ്പിക്കുളത്ത് 2 കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. അന്ന് മയക്കുവെടി വെച്ച് റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്തു. ഈ കഴുത്തിലിടുമ്പോഴാണ് കോളർ ആകുന്നത്. പാമ്പിലാകുമ്പോൾ ചിലപ്പോൾ സ്കിന്ന് ഒരു ഇൻസിഷൻ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വെക്കും, ചെറിയ ട്രാൻസ്മിറ്റർ. ആമയിലാണെങ്കിൽ ആമയുടെ തോടിന്റെ മുകളിൽ എല്ലാ ജന്തുക്കൾക്കും വെക്കാൻ പറ്റും. ആദ്യമായിട്ട് വെച്ച ഈ റേഡിയോ കോളർ വെച്ച ആനയുടെ ഒരു പടം നമ്മുടെ കയ്യിലുണ്ട്, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഒരു കൗതുകമല്ലേ? അതെ. ഇത് മുതുമലയിലെ ആദ്യമായിട്ട് ഇന്ത്യയില് റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്ത് നടത്തിയ പഠനമാണിത്. 91-ലാണെന്ന് തോന്നുന്നു, 91 അവസാനം. അപ്പൊ
നിങ്ങൾക്കറിയാം. അതെ, ഞങ്ങള് ട്രെയിനിങ് നടത്തി വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്മിസോണിയൽ ട്രെയിനിങ് നടത്തിയ 4 പേര് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പോയിരുന്നു, ഇതിൽ പങ്കെടുത്തു. അവർ 5 എണ്ണത്തിന് പേരുണ്ടായിരുന്നു. ഇതിനവര് ചിലതിനൊക്കെ പേരിട്ടിരുന്നു. ഓരോന്നിനും പ്രിയങ്ക, സാലിം അലി, അങ്ങനെ ഓരോ പേരുകൾ കൊടുത്തിരുന്നു. എനിക്ക് ഈ പ്രത്യേക ആനയുടേത് എനിക്ക് അറിയില്ല. ഈ കാട്ടുപോത്തിനെ ഞങ്ങൾ VHF വെച്ചിട്ടാ ചെയ്തത്. ഇതും VHF ആയിരുന്നു. പിന്നീടുള്ള ഒരു മാറ്റമാണ്, ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു വികസനമാണ് ഈ സാറ്റലൈറ്റ് ഡയറക്റ്റ് വന്നത്. അത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് കുറച്ചുകൂടി ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ ഭയക്കുന്നത്, ഇപ്പൊ ഈസ അതിനിടെ പറയുന്നത് ഒരു 5% സാധ്യത മാത്രം 24-ൽ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും കിലോമീറ്റർ താണ്ടി ഈ ചിന്നക്കനാലിൽ തന്നെ പ്രതികാര ബുദ്ധിയോട് ആന വരാനുള്ള സാധ്യത കുറവാണെന്ന് താങ്കൾ പറയുന്നു. അതേസമയം ഈ റേഡിയോ കോളർ ഉള്ളത് കൊണ്ട് തന്നെ നിരീക്ഷിക്കാൻ പറ്റും എന്നതുകൊണ്ട് ഇതിന്റെ ഒരു വരവ് ഇത് അഥവാ ആന തീരുമാനിച്ചു, ആന ഇങ്ങനെ യാത്ര തുടരുകയാണെങ്കിൽ, വന്ന് നമ്മുടെ ബോർഡറിൽ വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ചിന്നക്കനാൽ, ശാന്തമ്പാറ ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആന എങ്ങനെയാണ് ഇവനെ തിരിച്ചുവിടുക? നമുക്ക് ഈ ഛത്തീസ്ഗഡില് 100 വർഷത്തിന് ശേഷമാണ്, പണ്ട് ഉണ്ടായിരുന്നു, 100 വർഷത്തിന് ശേഷം ആന ജാർഖണ്ഡിൽ നിന്നും ഒഡീഷയിൽ നിന്നും വന്നു. മധ്യപ്രദേശിൽ പണ്ട് ആന വളരെ പണ്ട് ഉള്ളതായിട്ട് റെക്കോർഡുണ്ട്. ഈ ഒരു 2-3 കൊല്ലം മുമ്പ് അവിടേക്കും ആന വന്നു. ഇതൊക്കെ പഴയ ഓർമ്മയിലുള്ള സംഭവങ്ങളാണ്. അതുപോലെ ആന്ധ്രയിലേക്ക് തമിഴ്നാടിൽ നിന്ന് ആന പോയി, കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ആനകൾ പോയി. അപ്പൊ ആനകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോ അടുത്ത് ഉപയോഗിച്ച സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത നമ്മൾ മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് മുഴുവൻ ധാരാളം ആളുകളുണ്ട്, മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുണ്ട്, റോഡ് നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ട്രാഫിക് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ റേഡിയോ ട്രാൻസ്മിറ്ററിന് പ്രത്യേകത കൂടിയുണ്ട്. വെറും സാറ്റലൈറ്റ് ട്രാക്കിംഗ് മാത്രമല്ല, VHF കൂടിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സാറ്റലൈറ്റ് ട്രാക്കിംഗ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ 1 കിലോമീറ്റർ റേഡിയസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന് എവിടെയുണ്ടെന്ന് ഡയറക്ഷണൽ ആന്റിന വെച്ചിട്ട് പിടിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ പണ്ട് ദൂരദർശനിലൊക്കെ ഉള്ള കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് അവിടെ തന്നെ തടയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം. ഇനി അഥവാ ഇവിടെ വരികയാണെങ്കിൽ, ഇപ്പൊ തമിഴ്നാട്ടിലൊരു ആന തിരിച്ചുപോയി വന്നിട്ട് അവരെന്ത് ചെയ്തു, അവിടെ പിടിച്ചു, വീണ്ടും പിടിച്ചിട്ട് കൊണ്ടുവന്ന് അന്ന് ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്യാതെ വിട്ടത്, അവർ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്ത് വിട്ടു. പിന്നെ അത് തിരിച്ചു പോയിട്ടില്ല, ആ വഴിയേ പോയിട്ടില്ല. ഇല്ല. അപ്പൊ ശ്രമം നടത്തിയാലും നമുക്ക് പരാജയപ്പെടുത്താനുള്ള സാധ്യത നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ കുറെ കൂടി ആന കാര്യങ്ങൾ ചോദിക്കണം. അതിനിടയ്ക്ക് ഒരു ചേന കാര്യമുണ്ട്, നമുക്ക് കുറെ ജനറൽ നോളജിന്റെ കാര്യമുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ഈ ആനയായിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഈ ഫ്ലവേഴ്സിന്റെ ഒരു ലോഗോ തന്നെ ആരംഭിക്കുന്നത് ആന തുമ്പിക്കൈ ഇങ്ങനെ നിവർന്നിക്കുന്ന ആ ഒരു മെഗാ സംഭവമുണ്ട്. മാത്രമല്ല പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം 24 ഒക്കെ ആരംഭിച്ച് ഈ അരിക്കൊമ്പന്റെ തത്സമയം സംപ്രേഷണം ചെയ്തപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉള്ളതുപോലെ 85,000 ആളുകൾ ലൈവായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്രയോ മണിക്കൂറുകൾ. അപ്പോൾ അതിന്റെ അർത്ഥം മലയാളിക്ക് ആനഭ്രമം ഡോക്ടർ ഈസയ്ക്ക് മാത്രമല്ല, വല്ലാത്ത പ്രണയമാണ്. താങ്കൾ അത്ര ഇല്ലെന്നുള്ളൂ, അത് ഭാര്യ അനുഭവിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ആനയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി ഇവിടെ 1 കോടി അടിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യ എന്താ പറഞ്ഞു? 1 കോടി അടിക്കുമെന്നാണോ പറഞ്ഞത്? ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. പക്ഷേ അവരുടെയൊക്കെ അവർക്കും എനിക്കും സന്തോഷം എന്ന് വെച്ചാൽ ഈ വേദിയിൽ വരിക, ശ്രീകണ്ഠൻ നായരുമായിട്ടൊന്ന് സംവാദിക്കുക. അല്ല, എനിക്ക് അവർ സ്ഥിരമായി കാണുന്നു അറിഞ്ഞ് വളരെ സന്തോഷം. അവരിതിന്റെ ABCD അറിയാം. എന്റെ ചേട്ടനും അതെ, വളരെ ഇവരുടെയൊക്കെ ഒരുപാട് മണിക്കൂറുകളായിരിക്കും നമ്മൾ കളഞ്ഞത്. അതെ. ഡോക്ടർ ഈസ, അപ്പൊ നമ്മള് മത്സരത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ആന കഥകളും പറയും. നിങ്ങളുടെ ആന അനുഭവങ്ങൾ, ഒരുപാട് സമയപരിമിതി നമുക്ക് ഉണ്ടാകും, കാര്യം ചോദ്യങ്ങളുണ്ടല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് കുറേ നേരം നിങ്ങളുടെ വളരെ രസകരമാണ് നിങ്ങളുടെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ചാനൽ വഴി ആളെ കേൾക്കുന്നില്ല, ചാനൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് മത്സരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയുണ്ട്. ഭാര്യക്ക് അറിയാലോ അത് അല്ലേ? 20 ചോദ്യങ്ങൾ വരി നിങ്ങൾക്ക് അറിയാലേ? 10, 20 1 കോടിയാ അന്തിമം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ദീർഘമായിട്ട് പോവാം. അപ്പൊ 20 കാരണം അത്രയും നേരം അപ്പൊ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക്. താങ്കൾക്ക് എങ്ങനെ ടെൻഷൻ? അങ്ങനെയുള്ള കാട്ടിനകത്ത് കയറുന്ന കാട്ടില് പോകുമ്പോഴൊന്നും ടെൻഷനില്ല, പക്ഷെ നാട്ടില് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ടെൻഷൻ. കാട്ടിനകത്ത് ഒരു ടെൻഷനും ഇല്ല, കാട്ടിലധികം ടെൻഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഴജന്തുക്കളെ ഒന്നും പേടിയില്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നം ഇല്ല. പക്ഷെ ഞാൻ ഒരിക്കല് അങ്ങനെ ചിലപ്പോഴൊക്കെ തമാശകൾ പോലെ ഒക്കെ പാമ്പുകള് കാണാറുണ്ട്. അല്ല, അത് ചിലപ്പോഴൊക്കെ നമ്മൾ കാട്ടിൽ നടന്ന് കുറെ കഴിഞ്ഞ് എവിടെയെങ്കിലും വന്ന് കിടക്കും, കാട്ടിൽ തന്നെ. അപ്പൊ മേത്ത് ധാരാളം ചെള്ളു കയറും. ചെള്ളു കയറി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ചൊറിയാം അല്ലെ? അത് അപ്പൊ പാമ്പ്
ഭീകരമായിട്ടുള്ള അരികിൽ കൂടി തൊട്ടരികിൽ കൂടി അപ്പുറത്ത് കൂടി വന്ന് നേരെ അപ്പുറത്തേക്ക് ചാടി. പാമ്പും മനസ്സിലാക്കിയില്ല, ഞാനും മനസ്സിലാക്കിയില്ല. ഒരു മനുഷ്യ കിടക്കുന്ന പാമ്പിന് മനസ്സിലായില്ല. തൊട്ടടുത്ത് നിന്നിരുന്ന എന്റെ അസിസ്റ്റന്റ് ആദിവാസി പറഞ്ഞു, താരെ പാമ്പ് കൊണ്ടിട്ട് അനങ്ങണ്ടെന്ന് പറഞ്ഞു. അനങ്ങല്ലേ? അത് ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോ ആദിവാസികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, പാമ്പ് കൂകുന്ന പാമ്പുണ്ട്, കോഴി കൂകുന്ന പോലെ കൂകുന്ന പാമ്പുണ്ട്. അതിന്റെ തലയുടെ മുകളില്, പാമ്പിന്റെ മുകളില് ഒരു പൂവുണ്ടെന്ന് പറയും. അപ്പൊ പൂവുള്ള പാമ്പെന്നാ പറയാ, കോഴി പാമ്പ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ ധാരാളമായിട്ട് അന്വേഷിച്ചു. പക്ഷെ ഇത് പെരിയാറിലെ ആദിവാസികളും പറമ്പിക്കുളത്തെ ആദിവാസികളും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവര് തമ്മിൽ യാതൊരു ബന്ധമില്ല. കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് നോക്കി. ഞാൻ ഡോക്ടർ വിറ്റേക്കറോട് ചോദിച്ചു, പാമ്പിന്റെ ഉസ്താദാണ് റോമുലസ് വിറ്റേക്കർ. ഞാൻ വിറ്റേക്കറിനോട് ചോദിച്ചു, വാട്ട് ഈസ് എന്താ പറയുന്നത് അതിനെ പറ്റി? അദ്ദേഹം പറഞ്ഞത് ഈ പൊഴിയുമല്ലോ, സ്ലഫിംഗ് എന്ന് പറയും, പടം പൊഴിയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചിലപ്പോൾ അവശേഷിക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് അതിനെ കണ്ടാൽ ഒരു പൂവ്, പൂവൻകോഴിയുടെ തലയിലുള്ള പൂവ് മാതിരി ഇരിക്കും. അതാകാനാണ് സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ അതൊരു മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും നിൽക്കുക അല്ലേ? അതെ 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 അതെ. പിന്നെ കാട്ടിലേക്ക് ഒരിക്കൽ പോയപ്പോ ഞാൻ ആകെ പാമ്പിനെ പേടിച്ചൊരു സമയം അതേ ഉള്ളൂ. ജീപ്പ്, ഒരു പുതിയ ഡ്രൈവറായിരുന്നു, എന്റെ സഹപ്രവർത്തകൻ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പറമ്പിക്കുളത്തേക്ക് പോവാ. അപ്പൊ അദ്ദേഹത്തിന് അവിടെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ വന്നതാ. അപ്പൊ ടോപ്പ് സ്ലിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു പാമ്പ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ അതിനു മുമ്പ് എന്റെ സുഹൃത്ത് പറഞ്ഞു, ഭാര്യയായിട്ടൊന്ന് വരണം ഇവിടെ, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വരാമല്ലോ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വരാം, അപ്പൊ എന്റെ ഭാര്യയും കുടുംബമായിട്ടൊക്കെ വരാം നമുക്കെന്നൊക്കെ പറഞ്ഞു. പാമ്പ് ക്രോസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ ഇയാള് പുതിയ ഡ്രൈവർ ആയതുകൊണ്ട് കാട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് വലിയ പിടിയില്ലായിരുന്നു. അയാള് വിറച്ചിട്ട് നിന്നത് പാമ്പ് പോയി അതിന്റെ അരികിൽ തന്നെ കൊണ്ടുപോയി നിർത്തി. അപ്പൊ പാമ്പ് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുക. എവിടെ? എന്റെ തൊട്ട് ഓപ്പൺ ജീപ്പാ. അപ്പൊ അതൊന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ തൊടയിലാണ് കടിക്കുക. അത്രയ്ക്ക് അടുത്താ. അപ്പൊ ഇവന് വണ്ടി എടുക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു, അനങ്ങരുതെന്ന് പറഞ്ഞു. വണ്ടി അനക്കാതെ അവിടെ വെക്കുക. കാരണം പലപ്പോഴും ഈ ആളുകൾ അനങ്ങുമ്പോഴും വൈബ്രേഷനിലൊക്കെയാണ് പാമ്പ് തിരിച്ചറിയുക, അല്ലാതെ പാമ്പിനെ ഇപ്പൊ ചെവി കേട്ടൂടാ. അപ്പോ അതുകൊണ്ട് അനങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു ഒരു 2-3 മിനിറ്റ്. ഈ 2-3 മിനിറ്റ് എന്റെ സുഹൃത്ത് പറഞ്ഞത് ഒരു 3 മണിക്കൂർ പോലെ തോന്നി. പാമ്പിങ്ങനെ നിൽക്കുക അല്ലേ? അതെ അതെ, തൊട്ടടുത്ത് നിൽക്കുക. അപ്പൊ പാമ്പ് പത്തി താഴ്ത്തി അവിടെ നിന്നും അങ്ങ് പോയി. അപ്പൊ ഉടൻ തന്നെ എന്റെ സുഹൃത്തിന്റെ കമന്റ് വന്നു, ഞാനേ ഇങ്ങോട്ട് കുടുംബമായിട്ട് വരാനുള്ള പരിപാടി ഉപേക്ഷിച്ചു, നിർത്തി എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഡോക്ടർ ഈസയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ? ഓ യാ, എങ്ങനെയുണ്ടെന്ന് കുട്ടേട്ടാ ഒന്ന് ചെക്ക് ചെയ്യൂ. ഓ, നിങ്ങൾക്ക് ഹാർട്ട് തന്നെ ഉണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഇനി കൂടാൻ സാധ്യത. ഓക്കെ ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ 10 കൊടുത്ത് നിൽക്കാൻ പോവാണ് ഇനി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ. ജനോപകാരപ്രദമല്ലാത്ത പൊതുസ്ഥാപനങ്ങളെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഇനി പറയുന്നവരിൽ ഏത് വാക്കാണ് ഉപയോഗിക്കാറുള്ളത്? ഓപ്ഷൻ എ വെള്ളാന, ഓപ്ഷൻ ബി സ്വർണ്ണത്താറാവ്, ഓപ്ഷൻ സി ബലിക്കാക്ക, ഓപ്ഷൻ ഡി വെള്ളിമുങ്ങ, ഓപ്ഷൻ ഇ വരയൻ കുതിര. ഇതിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ സർവീസിലായിരുന്നത് കൊണ്ടും സർക്കാരിലെ സർവീസിലുള്ള പലരെയും കണ്ടിട്ടുള്ളത് കൊണ്ടും ഓപ്ഷൻ എ വെള്ളാന. വെള്ളാനെ കുറച്ചൊരു ഈ ഡോക്ടർ ഈസ ശരിക്കും ഇങ്ങനെയുള്ള കേസിനെ ഈ ആനയായിട്ട് കണക്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? ഈ ആനയ്ക്ക് ഒരു ദ്രോഹമല്ലേ ഇത്? അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നാമത് വെള്ളാന അപൂർവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതൊരു ഈ ശരീരത്തിന്റെ സ്കിന്നിൽ വരുന്ന ചെറിയൊരു കളറിന്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ തായ്ലൻഡില് വെളുത്ത ആനകള് രാജാവിന്റെ ആണ് എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട്. നമുക്ക് തിരുവനന്തപുരം മൃഗശാലയില് ഒരു ആന ഉണ്ടായിരുന്നു. അവന്റെ കണ്ണൊക്കെ ഒരു നല്ല ഈ പൂച്ചക്കണ്ണ മാതിരി, ശരീരത്തിലൊക്കെ ഒരു നിറം കുറച്ച് മങ്ങിയിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു വെള്ളാനയെ ഞാൻ കാണാനിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ വെള്ളാന ഞാൻ പൂട്ടി. സർക്കാർ സർവീസ് ഇരുന്ന ആളെന്ന നിലയിൽ പിന്നെ എനിക്ക് തർക്കിക്കാൻ വഴിയില്ല. അപ്പൊ 10,000 രൂപ. ഉത്തരം ശരിയാണ്. താങ്ക് യു. ഏത് സർക്കാർ സ്ഥാപനത്തിലായിരുന്നു ജോലി? ഞാൻ കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അവിടെ 77 പീച്ചിയില്. പക്ഷെ പീച്ചി ആണെന്ന് പറഞ്ഞാലും ഏതാണ്ട് കേരളത്തിലെ എല്ലാ കാടുകളിലും ഗവേഷണ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട കാട് ഏതാ? പെരിയാറിന്റെ ഉൾഭാഗം നല്ല കാടാ.
അതേപോലെ ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ്. ഇപ്പൊ എല്ലാവരും സൈലന്റ് വാലി എന്ന് പറയും. സൈലന്റ് വാലിയുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ന്യൂ അമരമ്പലം, നിലമ്പൂരിന്റെ മുകൾ ഭാഗത്തുള്ള പ്രദേശം. അസല് കാടാ. ഇത് കാടിന്റെ വൈവിധ്യം കൂടിയുണ്ട് അവിടെ. നല്ല നിത്യഹരിത വനങ്ങള്, നല്ല പുൽമേടുകള്. കാരണം ഈ ചെറിയ എലിവേഷനുള്ളിൽ, ചെറിയ ദൂരത്തിനുള്ളിൽ അതിന്റെ ഈ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ട്. അതിനനുസരിച്ച് അവിടെ കാണുന്ന കാടിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരും. നിങ്ങൾ ആനയെ ഇത്രയും താല്പര്യമുള്ള ആളെ വീട്ടിൽ ആനയെ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ടോ? അത് ഈ ആനയെ പോറ്റുക എന്ന് പറഞ്ഞാലേ അത് ക്രൂരതയായി മാറുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഇപ്പൊ പോറ്റണമെങ്കിൽ നമുക്ക് വേറെ വല്ല വരവും വേണം. അല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഈ ക്യാപ്റ്റീവ് എലിഫന്റിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അതാ വരുന്നതിന്റെ കാരണം. പോറ്റാൻ കഴിവില്ലാത്തവര് ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സിന് വേണ്ടി നടത്തുമ്പോഴാണ് ഇപ്പോ ഈ പ്രശ്നങ്ങൾ പലപ്പോഴും വരുന്നത്. വലിയ ഇടതൂർന്ന വനങ്ങൾ, വലിയ നിബിഡ വനങ്ങൾക്ക് അകത്തൂടൊക്കെ സഞ്ചരിക്കുമ്പോഴേ ഈ ആന വരുന്നത്, പ്രത്യേകിച്ച് ആനയുടെ കാൽപാദങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. കേൾക്കാൻ പറ്റില്ല, ആന പതനത്തിന്റെ ശബ്ദം കേൾക്കില്ല എന്ന്. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഒരു ആനയുടെ സാന്നിധ്യം കാട്ടിലുള്ള? ആനയുടെ സ്പോഞ്ച് പോലെയാണ് അതിന്റെ കാൽപാദങ്ങൾ അടിവശം. ഇപ്പൊ ഞാൻ അറിയത്തില്ലല്ലേ? അത് അറിയില്ല. ഈവൻ പറമ്പിക്കുളത്താണ് അത് പ്രത്യേകിച്ച് നമുക്ക് അറിയേണ്ടത്. കാരണം ഈ ഇലവൊഴിയും കാടുകളുള്ള സ്ഥലമാണ്. പെരിയാറിൽ നല്ല നിത്യഹരിത വനങ്ങളാണ്. പക്ഷെ ഇവിടെ കൂടുതലും കുറെ മോയ്സ്റ്റ് റെസിഡ്യൂസ്, അതായത് ഇലപൊഴിയും കാടുകളുണ്ട്. അപ്പൊ ഈ ഇലപൊഴിഞ്ഞ് നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും ആന വന്നാൽ അറിയില്ല. കാരണം അപ്പൊ ഉണങ്ങിയ ഇല കിടക്കുക. പക്ഷെ നമ്മളങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദ. ആന വന്നാൽ അറിയില്ല. അതങ്ങനെ നടക്കാനുള്ളൊരു സമയം. പക്ഷെ നമ്മുടെ മൂക്കുണ്ട്. ആനയെ പോലെ തന്നെ ആനയ്ക്കും ഘ്രാണശക്തിയാണ് ഏറ്റവും വലുത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മൂക്കും. ഇത് അതുകൊണ്ട് ഡോക്ടർ ഈസയെ ഒരു ആന ഏതെങ്കിലും ഒരു പറമ്പിക്കുളത്തോ പെരിയാറിലോ വെച്ച് കണ്ടുമുട്ടിന്നു നിരന്തരമായി ഈ ആന ഈസയെ കാണുന്നു, പിന്നീട് കണ്ട ഈസയെ ആന തിരിച്ചറിയൂ? ആനയ്ക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാ പറയുന്നത്. ഇപ്പോ ആഫ്രിക്കയില് മസായികളുടെ ഭാഷ പോലും അതിന് മനസ്സിലാകുന്നു. മസായികളിലെ വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. തിരിച്ചറിയാൻ പറ്റും, അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നാണ് അവിടുത്തേത്. ഡോക്ടർ അരുൺ സക്കറിയ നോട്ടൗട്ട് കാണുമോ ആന? അതെ. പക്ഷെ എനിക്ക് ആനയല്ല പേടി, അല്ല ആളുകളെ പേടി. ആനയെ പേടി. അരുൺ സക്കറിയക്കും പേടിയത് തന്നെ, ആളുകളെ പേടിയല്ലേ? ഓക്കെ, 20,000 രൂപയുടെ ചോദ്യം. യെസ്, മോണിറ്റർ. അപ്പൊ ഡോക്ടർ ഈസ പാട്ടൊക്കെ കേൾക്കൂ? കാട്ടിനകത്തൊക്കെ ഒരുപാട് സമയം ആവശ്യം കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്, കേൾക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടിന്റെ ട്യൂൺ കടമെടുത്താണ് അമേരിക്കൻ റാപ്പറായ വിൽ അയാം ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഉർവശി, ഓപ്ഷൻ ബി ചയ്യ ചയ്യ, ഓപ്ഷൻ സി കാതൽ റോജാവി, ഓപ്ഷൻ ഡി ചിന്ന ചിന്ന ആശി, ഓപ്ഷൻ ഡി ഒട്ടകത്തെ കെട്ടിക്കും. വീണ്ടും ഓപ്ഷൻ എ ഉർവശി. ഓക്കേ, ഓപ്ഷൻ എ ഉർവശി. യു ആർ റൈറ്റ്. താങ്ക് യു. 20,000 രൂപ. അപ്പൊ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 30,000 മോർണിംഗ്. മുൻകാലുകളേക്കാൾ നീളം കുറഞ്ഞ പിൻകാലുകൾ കാരണം നടപ്പിലുണ്ടായ പ്രത്യേകത കൊണ്ട് ഏത് രജനീകാന്ത് കഥാപാത്രത്തിന്റെ പേരാണ് മൂന്നാറിലെ ഒരു ഒറ്റയാന് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഭാഷ, ഓപ്ഷൻ ബി ചിട്ടി റോബോ, ഓപ്ഷൻ സി അണ്ണാമലൈ, ഓപ്ഷൻ ഡി മുത്തു, ഓപ്ഷൻ ഇ പടയപ്പ. ഓപ്ഷൻ ഇ പടയപ്പ. കൂട്ടാമല്ലോ? യെസ്, പടയപ്പ. ആൾക്കാരെ ഉറക്കം കെടുക്കുന്ന ആളുകൾക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. പടയപ്പയെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അയ്യോ, പടയപ്പയെ കാണുന്നില്ല, അവൻ എവിടെ പോയി, അവനെ ആരെങ്കിലും വെടിവെച്ച് കൊന്നു. പ്രധാനമായിട്ട് മൂന്നാർ പരിസരങ്ങളിലാണോ? മൂന്നാറും പരിസരങ്ങളിലാണ് നടക്കുന്നത്. മൂന്നാറ്, പക്ഷെ മൂന്നാറും പരിസരങ്ങളെന്ന് പറയുമ്പോൾ അങ്ങ് രാജമലയുടെ അപ്പുറത്ത് വരെയൊക്കെ പോകും. അതുപോലെ ഇപ്പുറത്തേക്കും ധാരാളം ദൂരത്തേക്ക് പോകുമായിരുന്നത്. പക്ഷെ പടയപ്പയെ എനിക്ക് തോന്നുന്നു പിന്നീട് ചില ആളുകൾ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ പടയപ്പയുടെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നവരെയൊക്കെ ഹരമായിരുന്നു. അതെ, വളരെ ഹരമായിരുന്നു. പടയപ്പ തിന്നുന്നതിന്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കുക. വെരി ബാഡ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഈ ചിലര് പറയും, ഓ ഞാൻ ആനയുടെ വളരെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞ് എന്റെ 1 വയസ്സുള്ള മോൻ 1 വയസ്സുള്ളപ്പോ അവനും പോയി നിൽക്കുമായിരുന്നു. കാരണം അവൻ അറിയില്ലല്ലോ. അപ്പൊ ഈ അറിവില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അറിവുള്ളവരാരും ആനയെ, ഏത് ആനയായാലും, ഈവൻ എനിക്ക് കാട്ടാനയെക്കാളും കൂടുതൽ പേടി ക്യാപ്റ്റീവ് എലിഫന്റിനാണ്. കാരണം പ്രഡിക്റ്റബിൾ അല്ല, സ്വഭാവം ഇന്നതായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാട്ടാനയ്ക്ക് നമുക്ക് അറിയാം. ഇപ്പൊ ഒരു മോക്ക് ചാർജിങ്,
ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ചാർജിങ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാട്ടാനയാണെങ്കിൽ അതല്ല, അവൻ സീരിയസ് ആയിട്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം നിൽക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ എത്ര ദൂരം വരെ വരാം നമുക്ക് അതിന് കണ്ണ് കാണാം. ഞാൻ ഒരിക്കൽ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് നിന്നിരുന്നു. അപ്പോൾ അഫ്കോഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, വഴിയൊക്കെ ക്ലിയറാണ്. ഓടേണ്ടി വരികയാണെങ്കിൽ എൻ്റെ ഒരു 8-8.5 മീറ്റർ അടുത്ത് വരെ ആന വന്നു. അതിനുശേഷമാണ് മണം കിട്ടിയപ്പോഴാണ് പിടിച്ചത് ഇവിടെ ആളുണ്ടെന്ന്. പക്ഷേ സാധാരണ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നേരെ വരികയല്ല, തിരിഞ്ഞോടുക എന്നുള്ളത്. നിങ്ങൾക്ക് ആനയെ പേടിയുണ്ടോ? എനിക്ക് ആനയെ പേടിയില്ല. കാട്ടാനയെ നിങ്ങളൊരു ഒരു മതപ്പാടുള്ള ആനയുടെ മതം എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. അത് ഏത് സാഹചര്യത്തിലായിരുന്നു? അതെ, ഞാൻ ഈ മതത്തെ പറ്റി ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇമേജ് വേണേ കാണിക്കാം. ഇതെങ്ങനെ? ഇത് ക്യാപ്റ്റീവ് എലിഫന്റ്സ് ഇപ്പൊ കേരളത്തിലാണെങ്കിലും മതയാന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൈലി തന്നെ ഉണ്ടല്ലോ, വെള്ളാന എന്ന് പറഞ്ഞ പോലെ തന്നെ മതയാന എന്ന് പറയാം, അല്ലെങ്കിൽ മതയാനയെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് തമിഴ്നാട്ടിലെ ടോപ്പ് സ്ലിപ്പിനടുത്തുള്ള ഒരു കോഴികമത്തി എലിഫന്റ് ക്യാമ്പ് ഉണ്ട്. കോഴികമത്തി എന്നുള്ള സ്ഥലപ്പേര്. അത് ആദിവാസികളാണ്. അവിടുത്തെ പാപ്പാനും ആനയൊക്കെ ഒരേ ജീവിതമാണ് അവിടെ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോ ഡോക്ടർ കൃഷ്ണമൂർത്തി എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് വെറ്ററി ഓഫീസർ ഉണ്ട്. ലോകം മുഴുവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കൃഷ്ണമൂർത്തിയുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്കും ഇതിന്റെ മുകളില് ഒരു അശ്വമായിട്ടുള്ള ഒരു ഈർക്കില് പോലത്തെ ഒരു പയ്യൻ ഇരുന്ന് ഒരു ലൻറ്റാന, നമ്മളെ ഈ അരിപ്പൂവിന്റെ ഒക്കെ ഒരു വടി കൊണ്ട് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഇത് മസ്തിലാണല്ലോ. അപ്പോൾ ഡോക്ടർ കൃഷ്ണമൂർത്തിക്ക് മലയാളം അസലായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു ഇത് മസ്തിലാണല്ലോ ഡോക്ടറെ, ഇത് എങ്ങനെ സാധിക്കുക ഇതിനെ കൊണ്ടുപോകണത്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവനോട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയിട്ട് ഇത് ഞെക്കി. അപ്പൊ ഞാൻ എപ്പോഴും കയ്യിൽ ഈ സാമ്പിളൊക്കെ ഇങ്ങനെയുള്ള സ്പെസിമെൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു വയൽ കൊണ്ടു നടക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇതെടുക്കുന്നോ, കെമിക്കൽ അനാലിസിസ് നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആകാം. അന്ന് ഇവര് സ്വയം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ചെല്ലുന്നു, ഞെക്കുന്നു, അതിൽ നിന്ന് ഈ മതജലം വരുന്നു. ഞാൻ ആ കെമിക്കല് അത് പിന്നീട് കൊണ്ടുപോയി കെമിക്കൽ അനാലിസിസ് നടത്തുന്നു, രാസപരിശോധന നടത്തുന്നു. ഈ ആന ഒരു കുഴപ്പമില്ല. ഇതിന്റെ പേരാണ് ഏറ്റവും വലിയ തമാശ, IG, ഇൻസ്പെക്ടർ ജനറൽ. പക്ഷെ പാവം, ഞാനത് അന്ന് എടുക്കുമ്പോൾ 65 വയസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 70-72 ആകുമ്പോൾ കാട്ടിൽ പോയിട്ട്, കാരണം അവിടെ തമിഴ്നാട്ടിലെ ക്യാപ്റ്റീവ് എലിഫന്റ്സിന്റെ ക്യാമ്പ് വളരെ രസകരമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ വൈകുന്നേരം ആകുമ്പോൾ ആനകളെ ചങ്ങലയോടുകൂടി തന്നെ കാട്ടിലേക്ക് മേയാൻ വിടും, ചുറ്റുപാടുള്ള കാട്ടിലേക്ക്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി കൊണ്ടുവരികയാണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അതെ. നാട്ടിൽ പിടിച്ചിട്ടില്ല? ഇല്ല, നാട്ടിലെ വെറുതെ പിടിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു ഫാമിലി പോലെയാണ്. ഇപ്പൊ മുതുമലയിലാണേലും ഈ കോഴികമത്തി അല്ലെങ്കിൽ വരകളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണേലും അങ്ങനെ തന്നെയാണ്. ഒരു ആനയോ നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഈ പാപ്പാമാരെ ആരെങ്കിലും ഒരു ആനയോ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതവനെ ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കമ്പനി ഉള്ള ആന ഓടി വരും. അത്രയ്ക്ക് ബന്ധമുണ്ട് ഈ ക്യാപ്റ്റീവ് എലിഫന്റ്സിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ആനയെ സോഷ്യൽ ആനിമലായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് കണക്കാക്കിയിട്ടല്ല കൊണ്ടു നടക്കുന്നത്. കാരണം ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ നാട്ടില് കൊമ്പനാനകളെ ഉള്ളൂ, പെണ്ണാനകൾ വളരെ കുറച്ചേ ഉള്ളൂ. പെണ്ണാനകളില്ല. അതെ, പിന്നെ പെണ്ണാനകളെ കൊണ്ടുവന്നിട്ട് ഫൈബറിന്റെ കൊമ്പ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് എഴുന്നള്ളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. കാരണം എങ്ങനെയോ നമുക്ക് ഈ കൊമ്പൻ ആകണം എല്ലാം, അതിനെപ്പറ്റി ഒരു ഇതുണ്ട്. അപ്പൊ ഈ ആന വളരെ ശാന്തനായിരുന്നു. നമ്മുടെ ഇടയിലും ചില ആനകളുണ്ട്, പക്ഷെ അങ്ങനെ പോയി ഇതൊന്നും എടുക്കാൻ പറ്റൂല. വളരെ ശാന്തനായിട്ടുള്ള ആനകൾ നമ്മുടെ ഇടയിൽ. അപ്പൊ ഡോക്ടർ ഈസ, നമ്മൾ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞിരുന്നു, പടയപ്പ. അത് നമ്മൾ പൂട്ടി വെച്ചിരിക്കുകയാണ്. പടയപ്പ പൂട്ടി 30,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഓപ്ഷൻ ഈ ഡോക്ടർ ഈസ, യു ആർ ലക്കി. ഉത്തരം ശരിയാണ്. 30,000 രൂപ. പറയൂ കുട്ടേട്ടാ. ഡോക്ടർ ഈസ, താങ്കളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇരവികുളത്ത് താങ്കൾ പോകുന്ന സമയത്ത് താങ്കൾ ഒഹിയാൻ എന്ന ഒരു വിചിത്രമായ ജീവിയെ കണ്ടിട്ടുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ ജീവി? എന്താണ് അതിന്റെ പേര്? ഇരവികുളത്ത് കണ്ടത് അത് ആളുകൾ പൊഹയൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഇതിനെ കണ്ടതായിട്ട് പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ 1-2 പേരൊക്കെ ഉറപ്പായിട്ട് സാധനം ഉണ്ടോ ശരിക്കും? പൊഹയൻ എന്ന് ഇപ്പൊ നമ്മളൊരു ജീവിക്ക് പേര് കൊടുക്കുന്ന പോലെയാണല്ലോ. ഇപ്പൊ അരിക്കൊമ്പൻ എന്നൊരു ജീവി ഉണ്ടോ? ഇല്ല. അതെ, ആന തന്നെയാണ്. അപ്പൊ അതേപോലെയാണ് ഇത്. എല്ലാവരും പറയുന്ന ഒരു മിത്തായിട്ട് അവിടെ പറയുന്നു, ഇങ്ങനെ പൊഹയൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വരയാടിന്റെ കണക്കെടുപ്പ് ഞാൻ തുടക്കം തൊട്ടേ, തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാറുണ്ട്. പിന്നീട് അതിന്റെ കോർഡിനേറ്ററായി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പൊഹയനെ ഒന്ന് കാണണം. അപ്പോൾ അന്നത്തെ അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നോട് പറഞ്ഞു, ശരി, പറ്റിയൊരു മുതുവാനയും കൂടെ വിടാമെന്ന് പറഞ്ഞു. കാരണം അവരാണ് എൻ്റെ ഉസ്താദുമാർ. അപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. വരയാടിന്റെ കണക്കെടുക്കാനായിട്ടുള്ള ആ വഴിക്കലേക്ക് ഞങ്ങൾ തിരിയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുൻവശത്ത് കൂടി ഒരു പൂച്ച, ഒരു വലിയൊരു പൂച്ച, പക്ഷേ ആകെ പുകമയം.
അതായത് ഇതിനെ കണ്ടാല് എന്തോ ഒരു മഞ്ഞിന്റെ ഒരു സാധനം ഇങ്ങനെ അങ്ങ് പോകുന്ന പോലെയാണ് തോന്നുന്നത്. രാവിലെയാണ്, തണുപ്പുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ത് സാധനം ഒന്നും പിടിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബൈനോക്കുലേഴ്സ് ഉണ്ട്, ക്യാമറ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങിയ നല്ല നീളത്തിലുള്ള ലെൻസൊക്കെ വെച്ചിട്ടുള്ള ടെലി ലെൻസൊക്കെ വെച്ചിട്ടുള്ള ക്യാമറയൊക്കെ ഉണ്ട്. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു, പറ്റണില്ല. അവസാനം ബൈനോക്കുലേഴ്സ് വെച്ചിട്ട് നോക്കി. അപ്പോൾ ഇത് വെള്ളം കുടിക്കുന്ന ഒരു ചെറിയൊരു അരുവിയുണ്ട്. ആ അരുവിയിലേക്ക് ഇറങ്ങുന്നു, അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. ഞാൻ അപ്പോഴും ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണെന്ന് ഐഡന്റിഫിക്കേഷനുള്ള ശ്രമത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ദൈവമേ പടം എടുത്തില്ലല്ലോ എന്ന് എടുക്കുമ്പോഴേക്ക് അത് അങ്ങ് പോയി. വാസ്തവത്തില് ഇതൊരു പൂച്ചയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു വൈൽഡ് ക്യാറ്റ്, അത് ജംഗിൾ ക്യാറ്റ് തന്നെ ആകാം. കാരണം ഈ ഇരവികുളം പോലുള്ള പ്രദേശങ്ങൾ, എലിവേഷൻ കൂടുതലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന കുറുക്കന് പോലും വ്യത്യാസമുണ്ട്. അവനെ കണ്ടു കഴിഞ്ഞാൽ ധാരാളം രോമവും ഈ പറഞ്ഞ വെള്ള അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള രോമവും ഒക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറുക്കനാണോ ഇല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ വിഷമം വരും. അത് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പൊഹേന അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ എപ്പോഴെങ്കിലും കേരളത്തിലെ ഈ കാട്ടുകളിലുള്ള താങ്കളുടെ യാത്രക്കിടയിൽ ഈ വലിയ കാട്ടാനയുടെ മുമ്പിൽ പോയി പെട്ടിട്ടുണ്ടോ? ഓ, അത് ഈ ചിലര് പറയാറുണ്ട്, എത്ര പ്രാവശ്യം ആനയുടെ മുമ്പിൽ നിന്ന് ഓടിയിരിക്കുന്നത്, അപ്പൊ കാട്ടി പോകാൻ അറിയാത്തവനാന്നാ പറയുക. ആണല്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഓടി പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് സംഭവിക്കും. നമ്മൾ എത്ര ശ്രദ്ധയാലും ഇപ്പോ 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഇതിൽ തന്നെ. ഒരു പ്രാവശ്യം ഞാൻ ആനയെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക, ഒരു കൂട്ടം ആനയെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക ബൈനോക്കുലേഴ്സ് വെച്ചിട്ട്. അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നോട്ട് എഴുതുന്നു. പറമ്പിക്കുളമാണ്. അപ്പൊ ഒരു കുന്നിന്റെ മോൾ ഭാഗത്തായിട്ടാണ്, ഒരു ക്ലിഫ് പോലെയാ. അപ്പൊ തൊട്ടടുത്ത് എൻ്റെ കൂടെ കാട്ടിൽ വരുന്ന അവിടുത്തെ ആദിവാസിയുണ്ട്. അപ്പൊ അവന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചുറ്റുപാടും നിരീക്ഷിക്കുക എന്നുള്ളത്. കാരണം എനിക്ക് ചുറ്റുപാടും നിരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ പെട്ടെന്ന് അറിഞ്ഞില്ല, സൈഡിൽ കൂടി ഞാൻ പെട്ടെന്ന് ബൈനോക്കുലേഴ്സിന്റെ സൈഡിൽ കൂടി നോക്കുമ്പോൾ ഒരു ആന നേരെ ഇങ്ങനെ, വലിയൊരു ആന എൻ്റെ ഇരട്ടി പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒന്ന് കത്തിപ്പോയി, ഓടി. അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടോ ഇരുന്നു. ഒറ്റനോട് ചോദിച്ചു പറഞ്ഞു, സാറെ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആന എന്നെ കണ്ടില്ല, ആനക്കൊരു കുലുക്കമില്ലായിരുന്നു. തേക്കടിയിൽ വെച്ച് പക്ഷെ ആന ഓടിച്ചു, ശരിക്കും എന്നെ ഓടിച്ചു. അത് ഞങ്ങള് 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങള് ഉമ്മിക്കുപ്പാൻ എന്ന് പറയുന്ന ഒരു ആദിവാസികളുടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദിവാസികളുടെ അല്ല, എന്നാൽ പോലും അവിടെ അവരുടെ കുടിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടുകളിൽ വർക്ക് ചെയ്യായിരുന്നു ഞങ്ങൾ. രാവിലെ പോകും, ചില പ്ലോട്ടുകൾ എടുക്കും, ചില നിരീക്ഷണങ്ങൾ നടത്തും, തിരിച്ചു വരും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ചപ്പാത്തിയൊക്കെ റോളാക്കിയിട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇതിൽ വരുന്ന വഴിയിൽ വരുമ്പോൾ ഒരു കൂട്ടം ആന അവിടെ നിൽക്കുക. വേറെ ഒരു മാർഗ്ഗമില്ലാന്ന് മാത്രമല്ല, കുട്ടിയുണ്ട്. അത് ഒരാൾ അതിൻ്റെ അടുത്ത് ചെന്നതോടുകൂടി ഓടിച്ചു. അപ്പോൾ എല്ലാവരും ഓടിപ്പടഞ്ഞു പോയി. ഞാൻ ഒരു ചരിഞ്ഞ് കിടന്ന ഒരു മരത്തിൻ്റെ ഇതിലേക്ക് അങ്ങോട്ട് ഓടിക്കയറി. അവിടെ നിന്ന് ഞാൻ എന്നിട്ട് ചിരിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചിരിച്ചു. മറ്റുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് ചിരിക്കാണ്. ആന ഓടിച്ചു വരുമ്പോൾ പിന്നെ വെറുതെ നിന്ന് ചിരിക്കുക. എനിക്ക് പേടി തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വഴി എടുത്തു. ആ വഴിയിൽ പോയപ്പോൾ തൊട്ട് മുമ്പിൽ ഞങ്ങളുടെ ട്രാക്കർ ഒരു മിടുക്കനായിട്ടുള്ള ഒരാളാണ്. മൂപ്പര് കണ്ടില്ല, ആന മുമ്പിലുണ്ട്. അപ്പം ഞങ്ങൾ പുറകിൽ നിന്ന് പറഞ്ഞു ആന ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആന അപ്പോഴേക്കും കണ്ടു, അറിഞ്ഞു, പേടിച്ചോടി, മുമ്പോട്ടോടി. പക്ഷെ ഞങ്ങൾക്ക് ആന പോയ വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആന പോയ വഴിയിലൂടെ പോകുന്നു. അവിടെ ആനയുടെ വാല് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ നേരെ മുമ്പിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അയാളുടെ പുറകിൽ നിന്നിരുന്ന എൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു ഇങ്ങനെ കൂടി പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ സഹപ്രവർത്തകൻ മനസ്സിലാക്കിയത് ഓടിക്കുമെന്നാണ്. അപ്പോൾ ഈ നിരനിരയായിട്ടാണ് പോകുന്ന, ആകെ ചെറിയ വഴിയാണ്. ഓരോരുത്തരും ചീട്ടുമാതിരി ഇങ്ങനെ കൊട്ടാരം മാതിരി എല്ലാവരും വീണു. അതും ഈറ്റക്കാട്ടിലേക്കാണ് മറിഞ്ഞു വീണത്. ഭാഗ്യത്തിന് ഈറ്റ ആരുടെ വയറ്റിലോ തലയിലോ ഒന്നും കുത്തി കയറിയില്ല. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ സഹപ്രവർത്തകൻ അയാൾക്ക് പനി പിടിച്ചു, ഭയങ്കര പനി. പേടിച്ചു. പക്ഷേ ഇയാളെ കൊണ്ടുപോകാൻ അന്ന് ബോട്ട് വരുന്ന ദിവസമാണ്. താന്നിക്കുടിക്കും ഉള്ളിലാണ്. ഇതൊരു 2.5 മണിക്കൂർ ബോട്ടിൽ പോയിട്ട് പിന്നെ നടക്കേണ്ട സ്ഥലമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയാളെ ഒന്ന് പനിയുള്ള കാരണം തിരിച്ചുവിടണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്ക് ആര് പോകും? ഒരു ആദിവാസി പോകും. പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളെ കയറ്റാൻ പോണ വഴിയിൽ ഓരോ വളവിലും എനിക്ക് പേടിയായിരുന്നു. ആ തലേ ദിവസം ഉണ്ടായ എങ്ങനെയോ പേടിയില്ലാതെയും, പക്ഷേ പിന്നെ പേടിയായിപ്പോയി. അത് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കും അല്ലേ? അതെ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, പേടിയില്ലാത്തൊരു ചോദ്യം. 40,000 രൂപയുടെ ചോദ്യം. മോർണിംഗ് എത്ര കാലങ്ങളിൽ പാടാൻ കഴിവുള്ളത് കൊണ്ടാണ്
ഷഡ്കാല ഗോവിന്ദമാരാർക്ക് ആ വിശേഷണം ലഭിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6, ഓപ്ഷൻ ഇ 7. ഓപ്ഷൻ ഡി 6 ആണെന്നാണ് എന്റെ വിശ്വാസം. ഓപ്ഷൻ ഡി 6 പൂട്ടാമോ എനിക്ക്? യെസ്. ഡോക്ടർ ഈസ, ഇത് ആന കണക്കല്ല. അല്ല. പൂട്ടാമോ? ഓപ്ഷൻ ഡി 6 പൂട്ടി. ഇത് ശരിയായിരിക്കുമോ? ശരിയാണ്. താങ്കൾ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, മ്യൂസിക് നല്ലോണം ആസ്വദിക്കും. ആസ്വദിക്കും. ഓക്കെ. ഞാനിതിപ്പോ ഈ ഷട്ട് കാലം എന്നുള്ളതിനെ ഷട്ട് പദത്തിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ലേ? ഓക്കെ, റെഡി. ഓപ്ഷൻ ഡി 6. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാ. ഓപ്ഷൻ ഡി 6. അപ്പൊ 40,000 രൂപ കിട്ടി. അപ്പൊ നമുക്കൊരു ഇത്തിരി വെള്ളം കുടിച്ചാലോ? ഓ, സന്തോഷം. ഇവിടെ കുഞ്ഞിരാമന്റെ വെള്ളം, അത് വീട്ടിൽ നിന്നൊക്കെ കണ്ടു കാണുമല്ലോ. നമ്മള് കണ്ടിട്ടുണ്ട്. ആ, ഓക്കെ. അപ്പൊ കുഞ്ഞിരാമ, കുറെ കാലമായി കുഞ്ഞിരാമന്റെ ഓട്ടം തുടങ്ങിയിട്ട്. ഇനി കുഞ്ഞിരാമനെ ഒന്ന് വിശ്രമിക്കാം. താങ്ക് യു. ആയാലും നല്ല മൊന്തയാണ്. താങ്ക് യു. കുഞ്ഞിരാമ, ബാക്ക് ടു ഹോം. ഒരു എപ്പിസോഡ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ മൊന്ത നിങ്ങൾക്ക് സംഭാവനയായിട്ട് കാട്ടിലൊക്കെ പോകും വെള്ളം കുടിക്കാനായി. അല്ല, മെമ്മന്റായിട്ട് സൂക്ഷിക്കായിരിക്കും. ഇനിയിപ്പോ നമുക്ക് 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 50,000 ഒന്ന് പിടിച്ചോളൂ, നമ്മളൊന്ന് പൊങ്ങുന്നു. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ മോണിറ്റർ പ്ലീസ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് പിന്നവാല എലിഫന്റ് ഓർഫനേജ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മ്യാൻമർ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഇ നേപ്പാൾ. ഓപ്ഷൻ ബി ശ്രീലങ്ക. ആർ യു ഷുവർ? യാ, പിന്നവാല എലിഫന്റ്. കാരണം പിന്നവാലയിൽ ഞാൻ പോയിട്ടുണ്ട്. എന്റെ പിന്നെ തർക്കമില്ല. ഓപ്ഷൻ ബി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശ്രീലങ്ക 1.5 ലക്ഷം രൂപ കൈ കിട്ടി. പിന്നവാല എലിഫന്റ് ക്യാമ്പ് വളരെ രസകരമായിട്ടുള്ള എന്നാ അവിടെ പോയത്? ടൂറിസ്റ്റ് സെന്റർ ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് ആ ഇയർ ഓർമ്മയില്ല. എന്നാലും 2008 ഞാൻ അവസാനമായിട്ട് പോയത്. കാരണം ഞാൻ ആ ശ്രീലങ്കയിലെ കാടുകളിൽ മിക്കവാറും എല്ലാ ഏഷ്യൻ എലിഫന്റിന്റെ കാടുകളിലും പോയിട്ടുണ്ട്. അത് കാരണം എനിക്കൊരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അപ്പൊ ആനകളെ ഏത് രീതിയിലാണ് പ്രയോറിറ്റി എന്തായിരിക്കണം അവരുടെ ഫണ്ടിങ്ങിനെന്ന് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ ആനിമൽ വെൽഫെയറിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നവാലയിൽ പോയി. പിന്നവാലയിലെ ടൂറിസത്തിന് ഒറ്റെണ്ണത്തിന് ചങ്ങലയില്ല, ആനയ്ക്ക് ചങ്ങലയില്ല. പക്ഷേ ആ ആനകളെ ഒരു വിസിലടിക്കുമ്പോ അല്ലെ മണിയടിക്കുമ്പോ ആനകളെല്ലാരും കൂടി ഒന്നിച്ചു വന്ന് നേരെ ഒരു വഴിയിലൂടെ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോകും. നമ്മുടെ കേരളത്തിൽ എന്താ ചെയ്യാൻ പറ്റാത്തത്? അത് നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. ഇല്ല, നമ്മളെല്ലാം ഈ ആനയോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ചങ്ങലയിൽ കിടക്കണം. അതാണ് നമ്മുടെ സമീപനം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാത്തിനെയും കൂടി നോക്കുന്നത് ഒരു വലിയ വടിയായിട്ട് നടക്കുന്ന 4-5 പേരാണ്, പാപ്പാന്മാർ എല്ലാത്തിനെയും. അത് കാരണം പുഴയുടെ അപ്പുറത്തേക്ക് ചാടി കയറി പോകരുത്. എന്നിട്ട് ഒരു പ്രാവശ്യം പോയി അവർ പിന്നെ പിടിച്ചോണ്ട് വന്നു. അപ്പോൾ പിന്നത്തെ ഒരു മണിക്കൂർ 2 അപ്പോൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ചുറ്റിലും നിൽക്കുക, ഇതിന്റെ കടകളുടെയൊക്കെ മുമ്പിലായിട്ട് നിൽക്കുക. അടുത്ത മണിയടിക്കുമ്പോഴേക്കും ഇവരെല്ലാവരും നേരെ, പക്ഷെ വെള്ളത്തിൽ നിന്ന് ആനയെ കയറ്റാനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ, അത് കുറച്ചൊരു ബുദ്ധിമുട്ട്, എന്നാലും അവർ നേരെ വരും. അപ്പോൾ അന്ന് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് വെറ്ററിനറി ഡോക്ടറായിരുന്നു, ഡോക്ടർ ഗംഗ. അപ്പോൾ അവര് കുറച്ചും കൂടി കാര്യങ്ങൾ ഇത് പറഞ്ഞു തരികയും വളരെ വലുതായിട്ട്. അവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്, ഒരു ഉടവളവേ എന്ന് പറഞ്ഞ വേറൊരു ഓർഫനേജ് ഉണ്ട്. അത് ഓർഫനേജ് എന്നവർ പറയാറില്ല, അത് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നാണ് അവർ പറയുക. കാരണം ശ്രീലങ്ക ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം ആനകൾ ഓർഫൻസ് ആയിട്ടും ധാരാളം ആനകൾ പരിക്ക് പറ്റിയും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഉടവളവേ എന്ന് പറഞ്ഞ വേറൊരു എലിഫന്റ് ക്യാമ്പ് ഉണ്ടാക്കിയത്. ഇത് സങ്കടം തോന്നും ചില സ്ഥലങ്ങളിലൊക്കെ, മൈനിലൊക്കെ ചവിട്ടിയിട്ട് കാല് പോയിട്ടുള്ളത്, പടക്കത്തിൽ ചവിട്ടിയിട്ട് കാലും തുമ്പിക്കൈയുടെ അറ്റം പോയിട്ടുള്ളത്, ഇങ്ങനെ ധാരാളം. അവിടെ മാത്രമല്ല, അന്ന് ഞാൻ മലേഷ്യയിൽ പോയപ്പോഴും കണ്ടു. മലേഷ്യയിൽ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടെ എന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ കംബോഡിയയുടെ അതിർത്തിയിൽ അവര് പരാതി പറയുന്നുണ്ട്, തായ്ലൻഡുകാർ വന്നിട്ട് ഞങ്ങളുടെ അതിർത്തിയിൽ നിന്ന് സാധനങ്ങളെ അടിച്ചിട്ട് പോകുന്നുണ്ട്, ആനക്കുട്ടികളെ പിടിച്ചിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ എലിഫന്റ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും കർണാടകയും കൂടിയുള്ള വയനാട്, മുതുമല, ബന്ദിപ്പുര, നാഗർഹോളെ, നീൽഗിരീസ്, BRT, ആ ഒരു 12,700 ചതുരശ്ര കിലോമീറ്ററുള്ള സ്ഥലമാണ്. ഏറ്റവും വലിയ എലിഫന്റ് ഹാബിറ്ററ്റും ഏറ്റവും കൂടുതൽ ആനകളുള്ള പ്രദേശവും അവിടെയാണ് ഏഷ്യയിൽ. ബാക്കി എല്ലാ സ്ഥലത്തും കഷ്ണങ്ങളാണ്. ഇപ്പൊ സുമാത്രയിലൊക്കെ കഷ്ടമാണ്. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. 60,000 രൂപയുടെ ചോദ്യം. 60,000. മോണിക്ക. ഇനി പറയുന്നവരിൽ ആരുടെ സ്മാരകമാണ് ബേപ്പൂരിൽ ആകാശമിഠായി എന്ന പേരിൽ ഒരുങ്ങുന്നത്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി മാമുക്കോയ, ഓപ്ഷൻ സി SK പൊറ്റക്കാട്, ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ഇ കെ രാഘവൻ മാസ്റ്റർ. പ്രശ്നമാണ്, പക്ഷേ ബേപ്പൂർ സുൽത്താൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ ആകാനേ സാധ്യതയുള്ളൂ. അതെ, യെസ്, ഐ തിങ്ക് ഓപ്ഷൻ ഡി കൂട്ടിയിരിക്കുന്നു. വൈക്കം മുഹമ്മദ് കൂട്ടി. 60,000 രൂപയുടെ ചോദ്യമാണ്. മിസ്റ്റർ ആന ഗവേഷകൻ, യു ആർ ലക്കി അഗെയിൻ. ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ അണ്ടാവിലായി. ഓക്കെ, ഇനി നമ്മൾ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. നമുക്ക് സമയം നമ്മൾ സംസാരിച്ച് പോയതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, മോർണിംഗ് സർ. LED ഒരു വീഡിയോ വരുന്നു. ഏത് പുണ്യ നഗരത്തിലാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത്? ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി നാസിക്, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി വാരാണസി, ഓപ്ഷൻ ഇ ഷിംല. ഷിംലയും ജയ്പൂരും നാസിക്കും ആകാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഉള്ളത് കൊൽക്കത്തയാണ്. ഇപ്പം അവിടെയുള്ള നദിയുടെ അല്ലെങ്കിൽ, പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഡി ആണ്, വാരാണസി. പൂട്ടാമോ? യെസ്, ഐ തിങ്ക് സോ. ഓപ്ഷൻ ഡി വാരാണസി ഞാൻ പൂട്ടുന്നു. പുണ്യനഗരം എന്നുള്ള പുണ്യനഗരം എന്ന നിലയിൽ 70,000 രൂപയുടെ ചോദ്യമായിരുന്നു. ദാറ്റ് വാസ് എ കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. പുണ്യനഗരം, പുണ്യനഗരം അവിടെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ധർമ്മപത്നിയോടൊന്ന് ചോദിച്ചാലോ ഇത് ശരിയായിരിക്കുമെന്ന്? ശരിയായിരിക്കും, ശരിയാവാൻ സാധ്യതയുണ്ട്. ഭർത്താവ് പറയുന്നതൊക്കെ ശരിയാവും സാധാരണ, അതാണ് പ്രശ്നമല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി വാരാണസി. ഡോക്ടർ ഈസ, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം ശരിയാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. 70,000 രൂപ കിട്ടി. യാത്രയിലൂടെ കിട്ടുന്ന ചില അനുഭവങ്ങളാണ് ഇത്. ഒരു മെച്ചമാണിത്. താങ്കള് ചില വനത്തിലൊക്കെ പോയി ഈ ചില മൃഗങ്ങളെ കാണാൻ പോയിട്ട് മരത്തിന്റെ മണ്ട രാത്രി മുഴുവൻ കഴിയേണ്ടി വന്ന അവസ്ഥയുണ്ട്. 2 പ്രാവശ്യം കാണാൻ പോയിട്ട്. അതെ അതെ, അത് കടുവയെ കാണാൻ പോയിട്ടും വേറെ എന്റെ സുഹൃത്തുക്കള് ജോലി ചെയ്യുന്ന, അതായത് അന്ന് കുമളി ചെറിയൊരു ടൗണാ. കുമളിയിലായിരുന്നു? അതെ, പെരിയാറിലായിരുന്നു. പെരിയാർ ടൈഗർ റിസർവ്, തേക്കടി വൈൽഡ് ലൈഫ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത് 77-ലൊക്കെ. അപ്പോ കുമളിയിൽ SBI വർക്ക് ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ സുഹൃത്തുക്കളായി. കാരണം വേറെ അധികം ആൾക്കാരൊന്നുമില്ല അവിടെ പ്രദേശത്ത്. അപ്പൊ അവരൊരു ദിവസം പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കാട്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് പറഞ്ഞു ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പോവുകയാണ്, വേറെ ആരെങ്കിലും വരണമെന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട, ഈസയ്ക്ക് സ്ഥലമൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. മണക്കവലക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 8 കിലോമീറ്ററോളം ഉണ്ട്. അവിടേക്ക് നടന്നു. പോകുന്ന വഴിയൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാർഗമില്ല, നടന്നു പോയി. നടന്നാണ്, വേറെ മാർഗമൊന്നുമില്ല, വേറെ സ്ഥലമൊന്നുമില്ല. ആന, കാട്ടുപോത്ത്, മാനുകള് ഇതിനെയൊക്കെ കണ്ടങ്ങ് പോവുക രസിച്ച്. മണക്കവല റെസ്റ്റ് ഹൗസിൽ പോയി അവിടെ നിന്ന് ഇത്തിരി ചായയൊക്കെ കുടിച്ച് തിരിച്ച് മടങ്ങി. പക്ഷെ തിരിച്ച് മടങ്ങിയപ്പോഴേക്കും ഒത്തിരി സന്ധ്യയായി. കുറച്ചൊരു സന്ധ്യ കൂടി. അത് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. കാരണം ഇടയ്ക്ക് കാണുമ്പോൾ ഓരോ മൃഗങ്ങളുടെയും കൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂടിപ്പോയി. അത് ഈ സന്തോഷം കാരണം. അത് പിന്നെ വന്ന് നിൽക്കുന്നത് ഒരു ആന കൂട്ടത്തിന്റെ അവിടെയാണ്. അപ്പൊ നോക്കുമ്പോ ആന കാട്ടിലുണ്ട്, ഇപ്പുറത്തുള്ള പുൽമേടിലെ അല്ല വയലുകളിലുണ്ട്. അപ്പൊ ഇത് എവിടെ കൂടിയ ചാടിയാലാണ് പുറത്തേക്ക് ആ വഴിക്ക് പോകാൻ പറ്റുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ ജീവൻ മാത്രമല്ല, എന്റെ കൂടെ വന്ന ആൾക്കാരുടെ ജീവൻ കൂടിയുണ്ട്. അപ്പൊ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് അരണ്യ നിവാസിൽ നിന്ന് പാട്ട് കേൾക്കാം. അവിടുത്തെ ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പാട്ട് വരുന്നുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് അടുത്ത മരത്തെ കയറി ഇരിക്കാന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ ആ മരത്തിൽ കയറിയിരുന്നു. രാത്രി എനിക്ക് തോന്നുന്ന ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും ആന പോയി. പക്ഷെ പിന്നെ താഴേക്ക് ഇറങ്ങിയ വല്ല കരടിയുടെ മുമ്പിൽ പോയി ചാടിയാലെന്നൊരു. കരടി അപകടകാരിയാണ്? ആ, കരടി ഒരു വിധം അപകടകാരിയാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ അനുഭവം. ഏറ്റവും അപകടകാരിയ കാട്ടുമൃഗം ഏതാ? എനിക്ക് തോന്നുന്നു ഒരു മൃഗവും അപകടകാരിയില്ല. പക്ഷെ അബദ്ധവശാൽ നമ്മൾ മുമ്പിൽ പെടുകയാണെങ്കിൽ
ഒരു ബെയർ ഹഗ്ഗിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കരടി. അത് കരടി തന്നെ ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം നിങ്ങളപ്പോ ഞാൻ കരടിയുടെ ഇത് പ്രശ്നവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. യു ആർ അബൌട്ട് ടു ആസ്ക് ദം. അല്ല ഞാൻ ചോദിച്ചത്, ആ മരത്തിന്റെ മണ്ടയിൽ രാത്രി മുഴുവൻ ഇരിക്കേണ്ടി വന്നു? ആ രാത്രി മുഴുവൻ ഉറങ്ങിപ്പോയി താഴെ വീഴത്തില്ലേ? അത് പക്ഷെ ഉറങ്ങാതിരിക്കാനായിട്ട് ഞങ്ങൾ വാചകമൊക്കെ അടിച്ചോണ്ടിരിക്കുക, വേറെ മാർഗമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഞങ്ങൾ താന്നിക്കുടി, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2.5 മണിക്കൂർ ബോട്ടിൽ പോയിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകണം. ഞങ്ങൾ അവിടെ താന്നിക്കുടിയിൽ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട്, പഴയ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ റെസ്റ്റ് ഹൗസാണ്. ഒരു വലിയ വളരെ വീതിയുള്ള വരാന്തകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് പെരിയാറിന്റെ ഉത്ഭവത്തിൽ നിന്ന് വരുന്ന പെരിയാറിനെ കാണാം. അതിന്റെ അപ്പുറത്ത് നല്ലൊരു കുന്നുണ്ട്, അവിടെ വന്യമൃഗങ്ങൾ വരുന്നതൊക്കെ കാണാം. അപ്പോൾ അതിന്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി വരുമ്പോണ്ട് ഒരു കടുവ പിടിച്ചിട്ടൊരു മാനിനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കടുവയെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാലും പോയിട്ട് വേഗം വരാം, തിരിച്ചു വരാം. ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. ഞങ്ങൾ 3 മരത്തിലായിട്ട് കയറി ഇരിക്കുക. കടുവ വരും, അപ്പൊ അതിനെ കാണുക, അറ്റ്ലീസ്റ്റ് കാണുക എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അത് നോക്കിയിരുന്നു. രാവിലെ വരെ ഞങ്ങൾ അവിടെ ഇരുന്നു, കണ്ടില്ല. രാത്രി മുഴുവൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോയി, ഇതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി പോയി തിരിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടി പോയി നോക്കിയാലൊന്നും. തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ പോയതിനു ശേഷം കടുവ വന്നിട്ട് അതിനെ വലിച്ച് ഒരു മറവിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കും. വന്യമൃഗങ്ങളെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വന്യമൃഗങ്ങൾ ഭക്ഷിക്കില്ല എന്ന് പറയുന്നത് സത്യമാണ്. പൊതുവെ അത് പക്ഷേ അല്ലല്ല, സ്കാവഞ്ചേഴ്സ് ഉണ്ട്. സ്കാവഞ്ചേഴ്സ് ഇപ്പൊ കുറുക്കൻ ഒരു സ്കാവഞ്ചറാന്ന് പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവർ പിടിച്ച് ഇട്ടിരിക്കുന്ന ഇപ്പൊ ചെന്നായകളൊക്കെ പിടിച്ചതിന്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ വരും. ഹൈന, കഴുതപ്പുലി, അത് ഒരു നല്ല സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്കാവഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ വൾച്ചർ, കഴുകൻ, അത് സ്കാവഞ്ചർ തന്നെയാണല്ലോ. ഇപ്പൊ അപൂർവമായി കൊണ്ടിരിക്കുന്നു, എന്നാൽ പോലും അത് സ്കാവഞ്ചർ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യം, 80,000. മോണിറ്റർ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡുള്ള ഏത് വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ വി ഡി സതീശൻ, ഓപ്ഷൻ ബി പി ടി ചാക്കോ, ഓപ്ഷൻ സി രമേശ് ചെന്നിത്തല, ഓപ്ഷൻ ഡി ഉമ്മൻചാണ്ടി, ഓപ്ഷൻ ഡി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡുള്ള വ്യക്തി, പക്ഷെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അല്ല, പി ടി ചാക്കോ അല്ല, വി ഡി സതീശൻ ഇപ്പോഴാണ്, അദ്ദേഹം മന്ത്രിയായിട്ടില്ല. പിന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയാണ് പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ സി കൂട്ടാമല്ലോ. കൂട്ടാം. ഓപ്ഷൻ സി രമേശ് ചെന്നിത്തല കൂട്ടി. 80,000 രൂപ ചോദ്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി റിസ്ക് ആണ്. യു ആർ കറക്റ്റ്. രമേശ് ചെന്നിത്തല തന്നെയാണ്. അദ്ദേഹം കെ കരുണാകരന്റെ അനുഗ്രഹാശിസോടെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി, പിന്നീട് പ്രതിപക്ഷ നേതാവായും കഴിഞ്ഞ തവണ പ്രവർത്തിച്ചു. അപ്പൊ 80,000 രൂപ കിട്ടി. ഇനി 1,00,000 രൂപയുടെ ചോദ്യം. 1,00,000 രൂപ. അപ്പൊ പിടിച്ചു നിന്നോളൂ, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ലെവൽ കുട്ടേട്ടാ. ലെവൽ 3. മോണിറ്റർ, രാമലക്ഷ്മണന്മാരുമായി ബന്ധപ്പെട്ട കഥയിൽ നിന്നും സഹോദരന്റെ കോട്ട എന്ന അർത്ഥമുള്ള പേര് ലഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ഗംഗോത്രി, ഓപ്ഷൻ ബി ബെന്നർഘട്ട, ഓപ്ഷൻ സി ബാന്ധവ്ഗഡ്, ഓപ്ഷൻ ഡി സത്പുര, ഓപ്ഷൻ ഇ നാഗർഹോളെ. പ്രശ്നമാണ്. ഗംഗോത്രി അല്ല. പിടിവള്ളി വേണോ? പിടിവള്ളി ഇവിടെ ആകാനും ഇവിടെ 2 പിടിവള്ളി അവിടെ, ഒരു പിടിവള്ളി ഇവിടെയും താങ്കളെ കാത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുട്ടേട്ട ഒന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കാം ഡോക്ടർ ഈസ. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരിയുത്തരമാണ്. സി ബാന്ദർഗഡ്, ഇ നാഗർഹോളെ. അപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോ ഞാന് ബാന്ധവ്ഘട്ട് എടുക്കുന്നു. ഒരു സഹോദരന്റെ കോട്ട എന്നല്ലേ പറഞ്ഞത്. നാഗർഹോളെ ഒരു കോട്ടയുടെ ഇത് വരുന്നില്ല, ഘാട്ട് എന്നുള്ളത് വരുന്നത് ബാന്ധവ്ഘട്ട. മധ്യപ്രദേശിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൈഗർ റിസർവ് ആണ്. ഇങ്ങനെ ഒരു പേര്, ഒരു കഥ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് കൂട്ടാം. അല്ലേ? 1,00,000 രൂപ, 100,000 റുപ്പീസിന്റെ ചോദ്യമായിരുന്നു. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. വിജയിച്ചാൽ 1,00,000, തെറ്റിയാൽ 8,000 രൂപ കൊണ്ട് വീട്ടിലേക്ക്. പിന്മാറിയിരുന്നെങ്കിൽ ഒരു 40,000 രൂപ കയ്യിലിരുന്നേനെ. അപ്പൊ എന്തായാലും
വരാനുള്ളത് ആന വിചാരിച്ചാലും വഴി തങ്ങില്ല. ഓപ്ഷൻ സി ബാന്ധവ്ഗഡ്. താങ്കൾ പറഞ്ഞ ഉത്തരം ഭാഗ്യവശാൽ, എന്റെ ഭാഗ്യവശാൽ ശരിയാണ്. അപ്പൊ 1 ലക്ഷം രൂപയായി. ഇനിയിപ്പോ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. മോണിറ്റർ അങ്ങോട്ട് നോക്കിയാൽ ഒരു സ്റ്റിൽ കാണിച്ചു തരാം. മലയാളത്തിലെ ഏത് പ്രശസ്ത അഭിനേത്രിയുടെ മാതാവാണ് ഈ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം രചിച്ചത്? ഓപ്ഷൻ എ നവ്യ നായർ, ഓപ്ഷൻ ബി മഞ്ജു വാര്യർ, ഓപ്ഷൻ സി പാർവതി തിരുവോത്ത്, ഓപ്ഷൻ ഡി കാവ്യ മാധവൻ, ഓപ്ഷൻ ഡി രജീഷ വിജയൻ. എനിക്ക് ഞാൻ കുറച്ചൊരു റിസ്ക് എടുക്കുകയാണ്. ഈ കാട്ടിലൊക്കെ പോകുമ്പോഴും റിസ്ക് അല്ലേ നിങ്ങൾക്ക് കുട്ടേട്ടന്റെ ഒരു കൂടി ഉണ്ട്. കാരണം ഈ നവ്യാനാരുടെ അമ്മയല്ല, അല്ല പാർവതി തിരുവോത്തിൻ്റെത് അങ്ങനെ ഒരു വെളിച്ചത്തിൽ ഒന്നും അധികം വന്നിട്ടില്ല, മാധ്യമ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. കാവ്യ മാധവന്റെ അല്ല. രജീഷ വിജയനും മഞ്ജു വാര്യരുമാണ് പ്രശ്നം. പക്ഷെ ഞാൻ കേട്ടത് മഞ്ജു വാര്യരുടെ അമ്മയാണ് കുറച്ചുകൂടി ഈ അടുത്ത് ചില കൃതികൾ രചിക്കുകയും ലേഖനങ്ങളോ അങ്ങനെ കവിതയോ കഥയോ ഒക്കെ എഴുതി. അപ്പൊ അത് മതി. ഈ മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസ്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ യു ആർ എ റിസ്കി പേഴ്സൺ. യെസ്. ഓക്കെ മിസ്റ്റർ PS ഈസ, നിർഭാഗ്യവശാൽ താങ്കൾ ഇവിടെ തെറ്റിപ്പോകും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ താങ്കൾക്ക് തെറ്റിയിട്ടില്ല. ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ 3 ലക്ഷത്തിലേക്ക് പോവാണ്. 3 lakhs. അപ്പൊ ഇങ്ങനെ പൈസ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, മോണിറ്റർ ഏത് വ്യക്തിയാണ് 1961 ദ എലിഫന്റ് ക്വീൻ എന്ന ഹിന്ദി സിനിമയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിയത്? ഓപ്ഷൻ എ നിലമ്പൂർ ഐഷ, ഓപ്ഷൻ ബി ആറന്മുള പൊന്നമ്മ, ഓപ്ഷൻ സി സുകുമാരി, ഓപ്ഷൻ ഡി മല്ലിക സുകുമാരൻ, ഓപ്ഷൻ ഡി കോഴിക്കോട് ശാന്താദേവി. പ്രശ്നമാണ്. ആകെയുള്ള ഒരു പരിചയപ്പെട്ട ഒറ്റ വാക്കേ ഉള്ളൂ, എലിഫന്റ് എന്നുള്ള വാക്ക്. ആനയായിട്ട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ അല്ലേ? ക്വീൻ വേണമെങ്കിൽ അപ്പൊ നമുക്ക് കുട്ടേട്ടന്റെ സഹായം, കുട്ടേട്ടന്റെ സഹായം വേണ്ടി വരും. കുട്ടേട്ട പ്ലീസ്. യെസ് ബോസ്. ഡോക്ടർ ഈസ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ നിലമ്പൂർ ആയിഷ, സി സുകുമാരി, ഇ കോഴിക്കോട് ശാന്താദേവി. പ്രശ്നം തന്നെയാണ്. എലിഫന്റ് ക്വീൻ എന്ന ഹിന്ദി സിനിമയിലൂടെ താങ്കൾക്ക് ബന്ധമുള്ള സ്ഥലമാണിത്. അതെ, അതാണ് ഒരു നോട്ടം എന്റേത്. ആ ഒരു ഭാഗത്തേക്കാണ് എന്റെ നോട്ടം മുഴുവൻ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു മാമുക്കോയ മരിച്ചപ്പോ ഇവരുടെ ചില കാര്യങ്ങളൊക്കെ കൂടി ആരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ നിലമ്പൂർ ഐഷ കൂട്ടാമല്ലേ? യെസ്. എന്തായാലും റിസ്ക് എടുക്കാം. ഒരു ആനയെ ഓടിക്കുന്നു വെച്ചാൽ മതി, അത്രയല്ല. മരത്തിന്റെ മണ്ടേ കയറുന്നു, അവിടെ ഇരിക്കുന്നു. ഓപ്ഷൻ എ നിലമ്പൂർ ഐഷ കൂട്ടോ. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, അതില്ല. 3 ലക്ഷം, തെറ്റിയാൽ 20,000. പിൻവാങ്ങിയിരുന്നെങ്കിൽ 1 ലക്ഷം രൂപ കയ്യിലിരുന്നേനെ. ഭാര്യയുടെ മുമ്പിൽ ഒരു അഭിമാനം. ഓക്കെ, ഓപ്ഷൻ എ നിലമ്പൂർ ഐഷ ഞാൻ പൂട്ടി. നിലമ്പൂർ ഐഷയോടുള്ള എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു തെറ്റിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപ. യു ഗോട്ട് 3 lakhs. ഇനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ 5% സാധ്യത പറഞ്ഞു. പെരിയാർ റിസർവ് വനങ്ങളിൽ കൊണ്ടുവിട്ട അരിക്കൊമ്പൻ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടെന്ന്. ഒരു 5% സാധാരണഗതിയിൽ തിരിച്ചു വരില്ല. അഥവാ തിരിച്ചു വന്നാൽ നമുക്ക് ഒന്ന് തിരിച്ചു വരുന്നത് തടയാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യം നടത്തുക ഈ പെരിയാറിൽ തന്നെ. അതെ, റേഡിയോ ട്രാൻസ്മിറ്റർ ഉള്ളതുകൊണ്ട് ഇവന്റെ മൂവ്മെന്റിനെ പറ്റി, ഇവന്റെ ചലനം ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ തടയാനുള്ള ശ്രമമായിരിക്കും നടത്തുക. അഥവാ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും അതിനെ പിടിക്കേണ്ടി വരും. കാരണം അത് ഒരു കുറച്ചും കൂടി അഗ്രസീവ് ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടത്? കാരണം ഇത് പോയി, അപ്പൊ കുറെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴും ആ പോയ അതിന്റെ വേദനയും പോയതിന്റെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഡെഫിനറ്റ്ലി അത് പ്രശ്നമുള്ള കുങ്കിയ ആനകള് കുത്തി കയറ്റി ഒന്നും അത്ര ഇഷ്ടപ്പെട്ട് കാണും. അതെ, അതെല്ലാം ഒരു വേദന ഉളവാക്കുന്ന ഓർമ്മകളാണ് അതിനൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അതുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മൾ എന്തിനാ കൊണ്ടുപോയത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി? അപ്പൊ അത് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ
അത് പറ്റില്ലല്ലോ. പക്ഷെ അപ്പോഴും നമുക്ക് സാധ്യത എന്താണെന്നുള്ള ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും. ട്രാൻസ്ലൊക്കേഷൻ ടു പെരിയാർ. പക്ഷെ ഞാൻ നേരത്തെ തമിഴ്നാടിൻ്റെ കഥ പറഞ്ഞു. തമിഴ്നാടുകാർ ആനയെ കൊണ്ടുവന്ന് ആനമലൈ ടൈഗർ റിസർവിൽ വിട്ട് പറമ്പിക്കുളം ഭാഗം ചുറ്റിക്കറങ്ങിന്ന്, അതായത് അതിനെ തിരിച്ചു പോയി. എന്നിട്ട് തിരിച്ച് അവർ കൊണ്ടുവന്ന് റേഡിയോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്ത് വിട്ടു. ഇപ്പോൾ അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ആനമല പറമ്പിക്കുളം ആ ഒരു ഭാഗത്തായിട്ട് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അതൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും ശ്രമിക്കേണ്ടി വരും. വീണ്ടും പഴയ സ്ഥലത്ത്, അതായത് പെരിയാറിലേക്ക് തന്നെ. പ്രതികരിക്കേണ്ട കാര്യമില്ല, ഇല്ല, ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ആനയെ പെരിയാറിൽ വിട്ടിട്ടും നമ്മൾ വിട്ടിട്ടില്ല. ആനയുടെ പുറകെ തന്നെ ഉണ്ട് നമ്മള്. അത് എനിക്ക് തോന്നുന്നു ആന പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മള് കുങ്കി ആനകളുടെ, താപ്പാനകളുടെ പുറകെ ആയിരുന്നു. അപ്പൊ ഈ താപ്പാനൊക്കെ പോയി നമ്മുടെ ആൾക്കാർ, അതെ അത് ഞാൻ കണ്ടു, ചില ഇതിൽ കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി ഒരു വിശ്രമം കൊടുക്കുക ഈ വിഷയം. അപ്പൊ വേറെ ധാരാളം വിഷയങ്ങളുണ്ട്. അതെ, ധാരാളം വിഷയങ്ങൾ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഒന്ന് പോവുക, എന്താന്ന് വെച്ചാൽ നോക്കുക. 24 കേട്ടല്ലോ. അതെ, കാരണം എനിക്ക് തോന്നിയത് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാം, പക്ഷെ ഇത്രമാത്രം കൊടുക്കുന്ന ഒരു പ്രാധാന്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ 10-12 പേർക്ക് ജീവൻ ഈ ആന നഷ്ടപ്പെടുത്തി, ആന ചവിട്ടി കൊന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അരിക്കൊമ്പനെ കുറിച്ച് ഇത്രയും അധികം കഥകളും കള്ളക്കഥകളും ഒക്കെ പ്രചരിക്കാൻ കാരണമായെന്ന് തോന്നുന്നു. അത്ര കൂടുതൽ അപകടകാരിയാണോ അരിക്കൊമ്പൻ? ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, എത്രയോ നിങ്ങൾ വാട്സപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടത്, എത്രയോ പേരെ നാട്ടിലെ ആനകള് കൊന്നിട്ടുണ്ട്. ധാരാളം ആളുകളെ കൊന്നിട്ടുള്ള ആനകളെ നമ്മൾ ഇപ്പോഴും ഏക്കം കൊടുത്ത് കാശ് കൊടുത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നില്ലേ? അപ്പൊ എന്താ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത? അപ്പൊ അതിനെതിരെ ഇവിടെ ഒരു സമരം ഉണ്ടായിട്ടില്ല, ഒരു ധാരണ ഉണ്ടായിട്ടില്ല, ഒരു വഴിതടയലും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 5 lakhs മോണിറ്റർ. മധ്യ അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ മെക്സിക്കോ, ഓപ്ഷൻ ബി ഗോട്ടിമാല, ഓപ്ഷൻ സി എൽ സാൽവദോർ, ഓപ്ഷൻ ഡി ബെലീസ്, ഓപ്ഷൻ ഇ കോസ്റ്ററിക്ക. പ്രോബ്ലം ഉണ്ട്. ഇതാണ് പ്രോബ്ലം. മധ്യ അമേരിക്കയിൽ താങ്കൾക്ക് ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. താങ്കളുടെ കൂടെ വന്നവരുടെ അവരോടൊരു സഹായം അല്ലെങ്കിൽ ഒരു അഭിപ്രായം തേടാം, ചോദിക്കാം പ്ലീസ്. അപ്പൊ നിങ്ങൾക്ക് അറിയുമോന്നൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, മധ്യ അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? പിടിയില്ല. പിടിയില്ല. ഇനി പിടിവള്ളികളൊന്നുമില്ല. ഒറ്റ കൊമ്പൻ. പിൻവാങ്ങുകയാണെങ്കിൽ 1.5 ലക്ഷം കയ്യിരിക്കും. അത്രയെങ്കിലും കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് ഈ 1.5 ലക്ഷത്തിന്റെ അല്ല, ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കുറെ സമയം പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് തോന്നണം. അപ്പൊ ഡോക്ടർ ഈസ, കേരളത്തിലെ ഏറ്റവും വലിയ ഗവേഷകൻ, ആനക്കാര്യത്തിലെ ഗവേഷകൻ, ഈ ആനക്കാര്യത്തിൽ നിന്നിടെ ഇന്ന് പിൻവാങ്ങുന്നു. $1.5 ലക്ഷം കയ്യിലുണ്ട്. ഇനി താങ്കൾ ഉത്തരം പറയും. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ കോസ്റ്ററിക്ക നല്ല കാടുള്ള പ്രദേശമാണ്, അതാകാൻ വഴിയില്ല എന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഇനിയിപ്പോ എന്ത് ധൈര്യം. പ്രോബ്ലം ഗോട്ടിമാല തെറ്റാണ്. സോറി, താങ്കൾ നേരത്തെ പറഞ്ഞതായിരുന്നു ശരി. കോസ്റ്ററിക്ക. കോസ്റ്ററിക്കയില് കൂടുതൽ നല്ല വനങ്ങളാണ്. അമേരിക്കയിലൊക്കെ താങ്കൾ പോയിട്ടുണ്ടോ? ഞാൻ ചില സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുണ്ട്. അപ്പൊ സൗത്ത് അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ മാത്രം സന്ദർശിക്കാനേ ഭാഗ്യം കിട്ടില്ല. അത്രേ ഉള്ളൂ. നോർത്ത് അമേരിക്കയിലെ വെർജീനിയ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോസ്റ്ററിക്കയാണ് ശരി ഉത്തരം. ഡോക്ടർ ഈസ, യഥാർത്ഥത്തില് താങ്കൾ അടങ്ങുന്ന വിദഗ്ധ സമിതി യഥാർത്ഥത്തിൽ ആനയ്ക്ക് അനുകൂലമായ ചില ഉപദേശങ്ങളെ കൊടുത്തു. താങ്ക് യു ഡോക്ടർ ഈസെ. യഥാർത്ഥത്തില് കുറെ കാര്യങ്ങളിലൂടെ താങ്കളുടെ ആനയുമായി ബന്ധപ്പെട്ട കാര്യം, ആന എന്നും മനുഷ്യരുടെ അട്രാക്ഷൻ, മലയാളിക്ക് പ്രത്യേകിച്ചും. അപ്പൊ നമ്മൾ ആനയെ സ്നേഹിച്ചു പോകുന്നവരാണ്, ആനപ്രേമികൾ തന്നെയാണ്. അപ്പൊ താങ്ക് യു, താങ്കളിവിടെ വന്നു, സന്തോഷം. അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ മത്സരം അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നാളെ അവസാനത്തെ എപ്പിസോഡാണ്. താങ്കൾ വന്നു. ഏതേ കുട്ടേട്ടൻ നമുക്കൊരു പാട്ട് പാടിത്തരാം. ഓക്കെ, നിങ്ങൾക്കൊരു പാട്ട് വേണം. ഏത് പാട്ടാ? ഉറങ്ങാനുള്ള പാട്ടാണോ? എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. അപ്പൊ ഹസ്ബൻഡ് ഏത് പാട്ടാ ഇഷ്ടം? അദ്ദേഹത്തിന് കുറെ പാട്ട്. താമര നൂലിനാൽ. എന്റെ കുട്ടേട്ടാ, താമര നൂലിനാൽ അറിയാമോ? താമര നൂലിൽ പിടിക്കാമോ?
ഹസ്ബൻഡിന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നല്ലേ? അബ്ദുൾ റഹ്മാൻ, അതെ. അതെ. ഓക്കേ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടാം. താമര നൂലിനാൽ മെല്ലയൻ മേനിയെ തൊട്ടു വിളിക്കൂ, താഴിട്ടു പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്റെ മാറോടു ചേർന്നൊരു പാട്ടുമൂളാൻ മണിവീരനിലാൽ താളമേതു, മെല്ലെ മെല്ലെ എന്നെ നീ ഉറങ്ങും. ഓക്കെ, താങ്ക് യു കുട്ടേട്ടാ. അപ്പൊ ഡോക്ടർ ഈസ, ഇനി നമ്മൾ താഴേക്ക്. വളരെ സന്തോഷം. ഓക്കെ Yes. കുട്ടേട്ടാ, പ്ലീസ്. ലെവൽ 1. അപ്പോൾ 1.5 ലക്ഷത്തിന്റെ ചെക്കൊക്കെ നമ്മൾ ഒപ്പിട്ടു. ഓക്കെ ഡോക്ടർ ഈസ, താങ്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത് ആ PhD തീസിന്റെ കൂടെ അതെ, അതെ. ആ certificate ന്റെ കൂടെ. പാർട്ടിസിപ്പേഷനാണ്. ഇതില് നല്ല ഓർമ്മകൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാവും, തീർച്ചയായിട്ടും. ഈ പ്രായം ചെല്ലുന്തോറും ഇത് ഇത്ര ഓർമ്മകള് ചാരുകസേരയിലിരുന്ന് അയവിറക്കണം. ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഓർമ്മകളുണ്ട്. അപ്പൊ ഇതുവഴി പോയാൽ താങ്ക് യു സോ മച്ച്. കാട്ടി കയറാതെ വീട്ടിൽ. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് ഡോക്ടർ PS ഈസിയുടെ വിശേഷങ്ങൾ. ആനയെക്കുറിച്ച് ആഴത്തിൽ അവഗാഹമുള്ള ആളാണ് എന്ന് മനസ്സിലായല്ലോ. ഒരുപാട് ആനക്കമ്പം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഡോക്ടർ ഈസയാണ് എന്ന് ഞാൻ പറയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഈ പരിപാടിയുടെ ഈ സീസൺ 1 അവസാനത്തെ എപ്പിസോഡാണ്. നാളെ ഈ പരിപാടിയിൽ മത്സരിക്കുന്നത് സുഗമോ ദേവി എന്ന ഫ്ലവേഴ്സ് പരമ്പരയിലെ നായിക സുസ്മിത. അപ്പൊ ഇനി നാളെ രാത്രി 10 മണിക്ക്. ഗുഡ് ബൈ.